അപ്പോൾ ഏതായാലും ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇങ്ങനൊരു സമസ്തകളുടെ ജമിയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ വിശദീകരണം നടത്തലും, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ എപ്പോഴും ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിന് ആധികാരികമായി പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വയ്യാലെ പോണ പണിയൊന്നുമില്ല. ഇത് മഹാന്മാരൊക്കെ ഇവിടെ സ്ഥാപിച്ചു തന്ന ഒരു വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ലാതെ സമസ്തയുള്ള ജമിയത്തുലമക്ക് പ്രത്യേക ചില അതിൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. അത് വെറും ഒരു ഫത്വയായിട്ട് കൂടുകയെന്ന് മാത്രമല്ല, പിന്നെ ഫത്വ കൊടുക്കാൻ വേണ്ടി ആരും സമസ്തയുള്ള ജമിയത്തുലമനെ ഉപദേശിക്കുകയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സമസ്തയുള്ള ജമിയത്തുലമ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഭരണഘടന അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുപാട് ലക്ഷ്യങ്ങൾ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു മാത്രമല്ല, അവരെ ആ ദീർഘവീക്ഷണം നമ്മൾ സാധാരണ പറയുന്നത് പോലുള്ള ദീർഘവീക്ഷണമല്ല, ഒരു ഇലാഹിയായ നിലക്കുള്ള ഒരു കാഴ്ച അവർക്കുണ്ടായി. അതനുസരിച്ച് ഈ ലോകത്ത് പിന്നീട് വരാൻ പോകുന്ന സർവ്വ തത്വപുറാത്തുകളെ പറ്റി മനസ്സിലാക്കിയതുകൊണ്ട് അത് മനസ്സിലാക്കിയവരാണ് അവർ. അന്നേക്ക് ഉള്ള ഒരു ഭരണഘടനയാണ് അവിടെ എഴുതി അവർ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണഘടന അനുസരിച്ച് അവർ പല മേഖലയിലേക്കും അവർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല എന്നുള്ളത്. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനക്ക് ആവശ്യമാവുന്ന അവരെ ആത്മീയമായും ധാർമ്മികമായും മതപരമായും ഭൗതികമായും ഒക്കെ ഉള്ള ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സമസ്തകളുടെ ജമിയത്തുൽമയുടെ ലക്ഷ്യം. അങ്ങനത്തെ ഒരു ബൃഹത്താവുന്ന ഒരു പദ്ധതിയാണല്ലോ സമസ്തകളുടെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട് പല വിദ്യാഭ്യാസ പദ്ധതികളും സമസ്തകളുടെ ജമിയത്തുൽമ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് 5 വരെ മദ്രസകളുണ്ടായിരുന്നു സമസ്തകളുടെ ജമിയത്തുൽമക്ക്, 5ാം ക്ലാസ് വരെ. പിന്നെ അത് 7 മാറി, പിന്നെ 10, ഇപ്പോൾ 12 വരെ. അത്രമാത്രം അറബി കോളേജുകളൊന്നും നമുക്കില്ലായിരുന്നു. നമ്മൾ മറ്റ് ദർസുകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിട്ട് അപൂർവം ചില അറബി കോളേജുകളൊക്കെ അന്ന് സമസ്തകളുടെ ജമിയത്തുൽമൻ്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില അറബി കോളേജുകളൊക്കെ വിരലിൽ എണ്ണാവുന്ന. അവിടെ നിന്നൊക്കെ നമ്മൾ സമസ്തകളുടെ ജമിയത്തുൽമ എത്രയോ ഉയർച്ചയിലേക്ക് വന്നു. ഒരുപാട് അറബി കോളേജുകൾ നമ്മൾ സ്ഥാപിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ആശയാദർശങ്ങൾ നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടു. സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഇന്ന് കാണുന്ന ഈ രീതി ഇന്ന് പുതിയതായിട്ട് ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. സമന്വയ വിദ്യാഭ്യാസം പഴയ കാലത്ത് തന്നെ സമസ്തകളുടെ ജമിയത്തുൽമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ദർസ് നടത്തുമ്പോൾ ആ ദർസിലൊക്കെ സമന്വയ വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. പലരും അങ്ങനെ അവർ ഭാഷ പഠിപ്പിച്ചിരുന്ന കുട്ടികൾക്ക്. ഭാഷ അറിയുന്നവർ അങ്ങനെ പഠിപ്പിക്കും, ഭാഷ അറിയാത്തവർ മറ്റുള്ളവരെ സമീപത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഭാഷ പഠിപ്പിക്കും. മറ്റ് ഭൗതികമായ വിഷയങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കും. ചിലത് അതിൻ്റെ പഴയ രീതി അനുസരിച്ചായിരിക്കും. ഇപ്പോൾ കണക്കൊക്കെ പണ്ടും ദർസുകളിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ടിരുന്നല്ലോ, അതതിൻ്റെ പഴയ ഒരു രീതി അനുസരിച്ചാണ്. പിന്നെ മറ്റ് ഇൽമുൽ ലൈഹത്തിനോട് ബന്ധപ്പെട്ടതായ ഗോളശാസ്ത്രം അതൊക്കെ അന്ന് മുതൽ പഴയ കാലത്ത് തന്നെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവരെ ദർശനം പഠിപ്പിച്ചു. അത് അതിൻ്റെ പുതിയ ഐഹത്തും പഴയ ഐഹത്തും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇന്ന് രണ്ടും കൂടി കണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില രൂപങ്ങളുണ്ട്, പുതിയ മാത്രം പഠിപ്പിക്കുന്ന രൂപങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിനിപ്പോൾ ഇവിടെ ഭൂമി തിരിഞ്ഞെന്ന് പറഞ്ഞാലും അതല്ല സൂര്യനാണ് തിരിഞ്ഞെന്ന് പറഞ്ഞാലും ഫലിസാബു വാഹിദ് എന്ന് പറഞ്ഞല്ലോ, കണക്കൊക്കെ ഒന്നേ കാര്യം. അപ്പോൾ ഏതോ ആവട്ടെ, പഴയ നിൽക്കാണെങ്കിലും പുതിയ നിൽക്കാണെങ്കിലൊക്കെ അത് പഠിപ്പിക്കപ്പെടുന്ന രീതികൾ ഒന്നും അത് തുറന്നുകൊണ്ടിരിക്കണം. അപ്പോൾ സമസ്തകളുടെ പിന്നെ സ്ത്രീ വിദ്യാഭ്യാസം, സമസ്തകളുടെ ജമിയത്തുൽമ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ എന്നിട്ടില്ല. സമസ്തകളുടെ ജമിയത്തുൽമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവരെ മക്കളൊക്കെ ഒരുപാട് പിന്നെ പണ്ഡിതകളും നമ്മൾ മഹല്ലി ഫത്തുൽ മൊഹീൻ തുടങ്ങിയ കിതാബുകളൊക്കെ ദർസ് നടത്തുന്ന പണ്ഡിതകളാവുന്ന മക്കൾ സമസ്തകളുടെ ജമിയത്തുൽമയുടെ മുൻകഴിഞ്ഞ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സമസ്തകളുടെ ജമിയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിനെ വളരെ കരിവാരി തേച്ചുകൊണ്ടിട്ട് സമസ്തകളുടെ ജമിയത്തുൽമ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെങ്കിൽ ഫാദില ഫദീല എന്ന് പറഞ്ഞ 2 കോഴ്സ് സമസ്തകളുടെ ജമിയത്തുൽമ നടത്തുന്നുണ്ടല്ലോ. ആ കോഴ്സ് സമസ്തകളുടെ ജമിയത്തുൽമ നടത്തുമോ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെങ്കിൽ? അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്തകളുടെ ജമിയത്തുൽമ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് വരുത്തി തീർക്കുക, സമന്വയ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് വരുത്തി തീർക്കുക. സമസ്തകളുടെ ജമിയത്തുൽമ ഇതുപോലുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ട, അവർ മറ്റു ചിലയിൽ ഒതുങ്ങി നിന്നാൽ മതി എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് താല്പര്യമില്ല. അതൊക്കെ പറഞ്ഞോടുകൂടെ ഇന്ന് നമ്മൾ ഇവിടെ പുറത്തിറക്കപ്പെടുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അവർ ഫേസ്ബുക്ക് കൂടിയും വാട്സപ്പ് കൂടിയൊക്കെ പ്രചരിപ്പിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽമക്കും സമസ്ത കേരള ജമിയത്തുൽമയുടെ പണ്ഡിതന്മാർക്കും എതിരിൽ അവർ എഴുതി വിടുന്നതായ എഴുത്തുകൾ അത്
നമുക്ക് നമ്മുടെ നാവുകൊണ്ട് അത് അതിലുള്ള വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടോ പറയാൻ സാധ്യമല്ല. അത്രയും മോശമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ കാലഘട്ടത്തിനിടയിൽ ഒരാളിൽ നിന്നിട്ട് ഇതുപോലുള്ളതായ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കേൾക്കേണ്ടി വരികയോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആരെങ്കിലും അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ മുജാഹിദ് വിഭാഗം, ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനത്തെ പല പ്രസ്ഥാനങ്ങളുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം. പക്ഷെ അവർ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് ഇന്നൽക്കുള്ളതായ ആക്ഷേപങ്ങളോ ഒരു പണ്ഡിതന്മാർക്ക്, പണ്ഡിത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്നോ പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ അവർക്ക് പറയാൻ പറ്റാത്തതായ പല ആക്ഷേപങ്ങളും പല വാക്കുകളുമാണ്. ഇപ്പോൾ നമ്മൾ പണ്ഡിതന്മാരാകുമ്പോൾ ആ പണ്ഡിതന്മാരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു 6 അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മനാഫിദുൽ ഖൽബാണ്. അതിൽ നല്ലതാണ് നമ്മൾ വിടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൽബിൽ ചെന്ന് വിടുക, അതല്ല മോശമായതാണ് വിടുന്നുണ്ടെങ്കിൽ മോശമായതായിരിക്കും. അപ്പം നാവ് നമ്മൾ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ്. നമ്മളെ കൈ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ്. അപ്പം ഈ കൈ കൊണ്ടിട്ട് പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും എഴുതാൻ പാടില്ലാത്തത് എഴുതുകയും ചെയ്യാം. നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാം. അപ്പോൾ ഒരു സംഘടനയെ ഇപ്പം നമ്മൾ ആട്ടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാം. അങ്ങനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കുക, പിന്നെ തറ്റുമില്ല. ഇതാണ് നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ അതിനെ വളരെ താറടിച്ച് കാണിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയങ്ങളും അതിൻ്റെ പ്രസ്താവനകളും അവർ ഉദ്ദേശിക്കാത്തതും അവരുടെ മേലിൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങളിടയിലുള്ളതായ ഈ ഐക്യം, ഈ സ്നേഹമൊക്കെ ഇല്ലാതെയാക്കണം നിൽക്കുന്ന പ്രവർത്തനം ഇടക്കാക്കി തനിക്കാക്കാന്ന് പറയുമല്ലോ, ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ഭാഗത്തു നിന്നാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ. സമസ്തയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ വളർന്ന ഏത് സംഘടനകളാണെങ്കിലും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർത്തപ്പെടുന്നതായ ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധരാവണം. അല്ലാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസിയായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അത് പ്രഖ്യാപിക്കാം. യാതൊരു ബന്ധമില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ അതുപോലുള്ള ഈ വാട്സപ്പ് ഇതൊക്കെ പരിശോധിക്കുക ആദ്യം. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ഈ തെറികളുണ്ടല്ലോ, ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ചെയ്യുക നോക്കാം. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാം. കുട്ടികൾ അങ്ങനത്തെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളായിട്ട് സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത്. സമസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊണ്ടിട്ട് ഇത് വളരണമെന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ ഉസ്താദന്മാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനം ഈ വിദ്യാഭ്യാസ രീതി ഇവിടെ വളർത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അവർക്കൊന്നും ശരിക്കാൻ പറ്റില്ല. ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടത് എന്ത് നിൽക്കാമെന്നറിയോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നോക്കാം. അതല്ലാത്തവർക്ക് ഇവിടെ ആർക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന് പല വിദ്യാഭ്യാസ ഏജൻസികളും പല വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ഇല്ലേ, അതിവിടെ നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അവരായിട്ട് നമ്മൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഡ്രസ്സിലല്ലാതെ അറിയപ്പെടുന്നത്. ഇത് വിദഈ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് അതിനെപ്പറ്റി സമസ്തയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സമസ്തയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ടവരോ അതിനെപ്പറ്റി ഇതിന് വിദഈ ആശയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് പിൻവലിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊരിക്കലും ഈ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് സുന്നത്ത് ജമാഅത്ത് ഏതാണെന്ന് അറിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അടുത്താണ് പറയുന്നത്, എം പി സാഹിബ് പറഞ്ഞപ്പോൾ കിതാബുൽ മുയസ്സർ എന്ന് പറഞ്ഞൊരു കിതാബ് ഈ വിദ്യാഭ്യാസ ഏജൻസികൾ അവരുടെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിപ്പിച്ചത്. അത് ഏതൊരു എഴുതിയൊരു കിതാബാണ് കിതാബുൽ മുയസ്സർ. അത് പുതിയ ആൾ എഴുതിയൊരു കിതാബാണ്. അപ്പോൾ ആ കിതാബിൽ ചില സ്ഥലങ്ങൾ എം പി ഉസ്താദ് എനിക്ക് കാണിച്ചു തന്നു. ചില ഞങ്ങൾക്കുള്ള ആളുകൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ തറാവീഹിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞെന്താ അറിയോ? വൽ അഫ്ളു അൻ യുസല്ലിയ തറാവീഹ 8 റക്അഅത്തിൻ. ഏറ്റവും നല്ലത് തറാവീഹ് 8 റക്അത്ത് നിസ്കരിക്കലാണ്. ഇതിനു വേണ്ടി ഈ ഹദീസ് ജാബിർ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്ത ഹദീസിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഈ ഹദീസ് പല ഇഹ്തിമാലാത്തുകൾ ഉള്ളതുകൊണ്ട് ഈ ഹദീസ് ഇസ്തിദ്ലാലിന് പറ്റൂല. 8 റക്അത്താന്നുള്ള ഇസ്തിദ്ലാലിന് പറ്റൂല. അതുകൊണ്ടാണ് മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മൂപ്പരുടെ ഭരണകാലഘട്ടത്തിൽ 20 നിസ്കരിക്കാൻ വേണ്ടി മൂപ്പർ കൽപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും അങ്ങനെയായിരിക്കും. കാരണം 8 നിസ്കരിച്ചു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഒന്നിരിക്കൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു 8 കൂടിയ ആളായിരിക്കും. ആകെ 8 വന്ന് കൂടിയ ആളായിരിക്കും. അതല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നിസ്കരിച്ചിട്ട് ബാക്കി 12 വീട്ടിൽ പോയി കരിച്ചു. അപ്പോൾ പല ഇഹ്തിമാലാത്തുകളും അതിലുണ്ടായത് കൊണ്ടിട്ട്
അവിടെ അതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് പറയുന്നത് വൽ അഫ്ളു, നല്ലത് 8 റക്അത്ത് നിസ്കരിക്കലാണ്. ഇത് ഈ വഹാബി പ്രസ്ഥാനത്തിലേക്ക് പിന്നെ പാലിട്ട് കൊടുക്കല്ലേ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പാലിട്ട് കൊടുക്കല്ലേ. അതുകൊണ്ട് തന്നെയാണ് വഹാബിന്റെ നേതാവ് പിന്നെ സലാഹുദ്ദീൻ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ, അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ മുന്നിൽ നിങ്ങൾ ആളുകളായി നിൽക്കും, ഞങ്ങൾ ആശയങ്ങൾ പോലും എന്താവും ഉള്ളിൽ കൂടെ കുറച്ച് പ്രചരിപ്പിക്കുന്നു. ആ പ്രചരണം വേണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആ നിലക്ക് പോകാം കുട്ടികൾക്ക്. അങ്ങനെ ഈ ഒരു പുസ്തകം മാത്രമല്ല, നീ എം ഡി സാഹിബ് ഇൻഷാല്ലാഹ് ബാക്കിയുള്ളതൊക്കെ മൂപ്പര് പറയും. മൂപ്പര് അതിൻ്റെ എല്ലാ രേഖകളുണ്ട്, എത്ര പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ പിൻവലിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിൻവലിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ കൂടി കുട്ടിക്കാൻ വല്ല കയറ്റാം. എന്നിട്ട് പറയാം ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത്. എന്ത് സുന്നത്ത് ജമാഅത്താണ്? സമസ്തയുള്ള ജമിയത്തുൽ ഉലമ പറയുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആ ആശയാദർശങ്ങൾ, അതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളും പിന്നെ സമസ്തനെ സംബന്ധിച്ച് തെറി പറയുന്ന ഒരു കൂട്ടരെ പിന്നെ സമസ്ത അവരെ കൂട്ടി പിടിക്കാമെന്നാണ് പറയുന്നത്. സമസ്തനെ സംബന്ധിച്ച് സദാസമയത്തും ഇത് കുട്ടികളല്ലല്ലോ പറയുന്നത്, ആലിമുകളും ആലിമാത്തുകളുമാണ്. ഇവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആലിമത്തുകളെയും ആലിമാത്തുകളെയും ഉണ്ടാക്കുകയാണ്. ഈ പണി നമുക്ക് പറയും ആലിമകൾക്ക് ആലിമാത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ രീതി നമുക്കറിയും എങ്ങനെയാണ് പുതിയ രൂപത്തിൽ. ഇതിലൊക്കെ പഠിക്കുന്ന ആളുകൾ നമ്മളെ കൂടുതലുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. ആ ഒരു രീതി സംവിധാനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ പൂർണ്ണമായും കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവർക്ക് പ്രായോഗികമായ നിലക്ക് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതായ 2 സിലബസുകളാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒന്ന്, കുട്ടികളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെ അവരെ ശരിയായ പണ്ഡിതന്മാരായിക്കൊണ്ട് വാർത്തെടുക്കണം. അതോടുകൂടി ഭൗതികമായി അവർക്ക് ആവശ്യമുള്ളതായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിട്ട് പഴയ കാലത്ത് ഇവിടെ നടന്നു പോകുന്നതെന്ന് അന്നുള്ള സിലബസൊക്കെ അത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആ നിലക്കുള്ള ഒരു സിലബസ് ഇത് കുട്ടികൾക്കൊന്നും വാങ്ങണം. അത് ജനങ്ങളെ ചെലവുമ്പോൾ പഠിപ്പിക്കാതെ. കാരണം ജനങ്ങളെ ചെലവുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമല്ലോ. അവർക്കൊരു ദുആയിട്ടണം, അവർ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ അവരിലുണ്ടാവണം. അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു സിലബസ്. മറ്റൊരു സിലബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല നമ്മളെ ഉമറാക്കളാവുന്ന മുതലാളിമാരും അവരൊക്കെ പറയലുണ്ട്, അവർക്കൊക്കെ കുട്ടികളെ ഭൗതികമായി പഠിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഭൗതികമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആത്മീയമായ നിലക്ക് അവ പൂർണ്ണ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ളതായ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു സിലബസും അവനെ മൂല്യരാക്കാൻ വേണ്ടിയല്ല, അവൻ ഉദ്ദേശിക്കുന്നതായ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടാം. പക്ഷേ അവനിൽ സുന്നീയത്ത് വേണം, യഥാർത്ഥ ദീൻ അവനിൽ വേണം. അത് അവരെ രക്ഷിതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കാം, അതിന് കുഴപ്പമില്ല. ഇങ്ങനെ 2 സിലബസുകളാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ. അതിൻ്റെ രീതി, അതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് വിശദീകരിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള പലർക്കും എന്താ ഇപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും, അവരെ വിട്ടാലൊന്നും വരാതെ ഇവിടെ പലരെയും വിട്ടിക്കണം. ഇവിടേക്കാൾ വലിയ പലരെയും വിട്ടു. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിക്കില്ല. ആ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വിടാൻ പറ്റില്ല എന്ന് വിചാരിച്ചു 3 വർഷമായി, ഇപ്പോൾ 3-4 വർഷമായി സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ പല മുശാവറ യോഗങ്ങളും സ്പെഷ്യലായി കൊണ്ട് വിളിച്ചു ചേർത്ത ഒരുപാട് മുശാവറ യോഗങ്ങൾ. ഇതൊക്കെ ഇതിനു വേണ്ടിയാണ്, എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പിന്നെ പറയാം, എന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വരെ ചർച്ച ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി തിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ്. ഇത് ആരും ഇറച്ചി തിന്ന് നമുക്ക് വേണ്ടല്ലോ. ഇപ്പോൾ ഇറച്ചി ആർക്കും പാടാത്ത കാലഘട്ടം. ഇതിപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം കൂടെ കഴിക്കണം. അപ്പോൾ ഇത് ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി ഒന്ന് സംഘടിപ്പിക്കപ്പെടുന്ന സമസ്തകളുടെ ജമിയത്തുൽ ഉലമ മിണ്ടാതെ ഇരുന്നപ്പോൾ നമ്മൾ അണികൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ മിണ്ടാതെ എന്താ ഒരു തകരാറ്, അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നല്. തുറന്ന് പറഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാക്കുകയാണ്. അപ്പോൾ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്തകൾ നമ്മൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ, ഈ പറയപ്പെടുന്ന വിഭാഗത്തിലേക്ക് ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് ഇന്ന് മാറ്റി. പിന്നെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ബന്ധപ്പെട്ട ആളുകൾ അവർ ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിരിക്കുമെന്ന് അത് മാറ്റി. അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം. അപ്പോൾ ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിടില്ല എന്ന് മനസ്സിലാക്കുക. ജനങ്ങൾ മുന്നിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തുകൊണ്ടിട്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്നത് അല്ലാഹു അഅലം അവരുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത്. അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാനല്ല വേണ്ടത്. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് 10 കൊടുക്കുകയോ കിതാബ് ഓതി കൊടുക്കുകയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളോ ഞങ്ങളായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം.
അപ്പോൾ അതൊക്കെ ആ നിലയ്ക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരില്ല. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഓരോ മുശാവറ മെമ്പർമാരും സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതെല്ലാം മുൻഗാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ തുടങ്ങി മഹത്തുക്കളാവുന്നതായ സഹാബത്തും താബീങ്ങളും താബീങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത്. വിലായിക്കല്ല തീരാവുമുക്തതി അവരുടെ ഹിദായത്തിലൂടെയാണ് പിൻപറ്റേണ്ടത്. അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകം ഇവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ ആചരിച്ചുകൊണ്ടും അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താബീങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത്. ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാത്ത കൊണ്ട് ശരിയല്ല, ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ്. ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ്, ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല. വിശുദ്ധമായ മഹാന്മാരാവുന്ന മശായിഖന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉള്ളത്. അതിന് പിന്നെ ലക്ഷ്യങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത്, ലക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നോക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യം നോക്കി പറഞ്ഞു വരാം. അപ്പോൾ ഇമാമ് നമ്മൾ തക്ലീദ് ചെയ്യുകയാണെങ്കിൽ ആ ഇമാമ് പറഞ്ഞ് ലക്ഷ്യം ഉണ്ടാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് തക്ലീദ് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്ത സംഗതികൾ ഒരു മുജ്തഹിദാവുന്ന ഇമാമിന്റെ ഇത്തിഹാദിലേക്ക് ആവശ്യമാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അത് അതുകൊണ്ടാണ് മഹാന്മാരാവുന്നതായ ഇമ്മത്ത് ഈ വിഷയത്തിൽ അവർ വളരെയധികം അധ്വാനിച്ചു. ഇമാം ഷാഫി ആണെങ്കിലും ഇമാം അബൂ ഹനീഫ തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും ഇനി അവരെ പോലത്തെ മറ്റു പുത്രർക്ക് മുജ്തഹിദീങ്ങളാവുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇത്തിഹാദ് അനുസരിച്ചുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതാണ് അത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതല്ല, അത് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. പക്ഷെ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യമായില്ല. കാരണം ഈ നാലിൽ ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിയാൽ മതി എന്നുള്ളത്. പിന്നെ കുറച്ച് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ആരാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു ദിവസം 40 അഭിപ്രായം ഉണ്ടാവും. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇമാമിക്ക് 40 അഭിപ്രായം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒന്നുമ കൂടിയാൽ പറ്റൂല, അത് തെറ്റാണ്. അതുകൊണ്ടാണ് തെർജീഹിന്റെ മുജ്തഹിദീങ്ങൾ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് ഇന്ന അഭിപ്രായമാണ് പ്രബലമായത് എന്ന് പ്രബലമാക്കിയാൽ അതിൻ്റെ പിന്നിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ. നമ്മൾ സാധാരണക്കാരൻ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കതിൽ ഗവേഷണം നടത്താനും ഗവേഷണം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ശേഖരം അറിയപ്പെടും. ഒരിക്കൽ ഒരു ലേഖനത്തിൽ ഇത്തിഹാദിനെ പറ്റി ഗവേഷണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് ഉറപ്പായി. അതായത് അയിമത്ത് ഉപദേശിച്ചു അത് ഉപയോഗിച്ച് പോയിരുന്ന ആ പദം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ആ പരിഹരിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞതൊക്കെ. ഇപ്പോൾ ശിവനാഥ സംസ്കൃതമ പറഞ്ഞ ഈ വാക്ക് ഞാനിവിടെ എടുത്ത് പറയുമ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ടാവും. എന്താ ഇപ്പോൾ ഇത്തിഹാദ് പിന്നെ ഗവേഷണം തന്നെ അല്ലേ? അത് സാധാരണ ഒരു ഗവേഷണമല്ല. അതുകൊണ്ടാണ് ഗവേഷണം അതിനെപ്പറ്റി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശിവന. അതിന് ആ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാഹിയായ പദം തന്നെ അതിനെപ്പറ്റി ഉപയോഗിക്കണം. അപ്പം അങ്ങനെയാണ് മഹാന്മാർ ദീനിനെ മനസ്സിലാക്കിയത്. ദീനിൻ്റെ ഓരോ വിഷയങ്ങളും അവർ മനസ്സിലാക്കി. അത്രമാത്രം ഇഹ്തിയാത്തോടു കൂടി അവർ മനസ്സിലാക്കുകയും അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിൻ്റെ സ്ഥിതി? അതിന് ഇഷ്ടമുള്ള മദ്ഹബ് ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ വാരിക്കോഴി പിടിച്ചുകാണ്ട് ഒരു മുക്കൂട്ട് മദ്ഹബ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നല്ല ആരും ഇവിടെ ആലിമീങ്ങൾ എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ശിവനെ എപ്പോഴും പറയണ്ടേ, ആലിമ് എന്ന് പറഞ്ഞാൽ നമ്മളാരും ആലിമല്ല, നമ്മളൊക്കെ തമ്മീസുള്ള ജാഹിലീങ്ങളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആലിമത്ത് എന്ന് പറഞ്ഞാണ്ട് ആരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ നോക്കണ്ട. ഇവിടെ ആലിമീങ്ങൾ നമ്മളൊന്നും ആലിമീങ്ങളല്ല. യഥാർത്ഥ ഉലമാ എന്ന് പറഞ്ഞാൽ ആരാ? അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു അർത്ഥം തെറ്റാതെ ഒരു വള്ളിക്കും യാതൊരു വ്യത്യാസമില്ലാതെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മളൊരു ഫത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. മദ്ഹബിനുള്ള മട്ടബതായ അഭിപ്രായം ആ അഭിപ്രായം കൊണ്ട് മാത്രമല്ല, അതല്ലാത്ത നമുക്ക് പറഞ്ഞു ആളുകൾക്ക് ജനങ്ങൾക്ക് ചിലപ്പോൾ ചില വിഷയം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കൽ പറയാൻ പറ്റുന്നതായ ചില ലൈഫാവുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലരും പറഞ്ഞു. എന്നാൽ അതിൻ്റെ വയ്യാലാണെന്ന് കണ്ട് അത് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ വളരെ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ദീനൊന്നല്ല പൊതു അമ്മന്ത പൊതുവിനെ ദീനപ്പം. അപ്പോൾ ഈ ഇൽമ് അത് ദീനാണ്. ആ ദീൻ ആരിൽ നിന്ന് മനസ്സിലാക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. ദീൻ നിങ്ങൾ ഉസ്താദന്മാരെ അതിന് പറ്റിയവരാവണം. ആ ഉസ്താദെ പറ്റിയവർ. അപ്പോൾ ഒരു തെരീഖത്തിനെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലുള്ള മശായിഖന്മാരെ പരിശോധിക്കുന്നുണ്ടല്ലോ. ആ മശായിഖന്മാരെ കൂടുതൽ വലിയ ഷിയ ആശയമുള്ളവർ വരികയാണെങ്കിലോ മറ്റു വല്ല തകരാറുകൾ വരികയാണെങ്കിലോ അത് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ കഴിഞ്ഞാൽ പറയുന്നത് കേട്ടില്ലേ? റസൂൽ ഹദീസിന്റെ ഒരു പരമ്പര വരികയാണെങ്കിൽ ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും ആയിരക്കണക്കിന് ആളുകളാണ് അവരെ പറ്റി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുള്ളത്. ഈ നിലക്ക് മദ്ഹബിനെ ഈ നിലക്ക് വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ വളരെ സംരക്ഷിച്ചുകൊണ്ടിട്ടു. ദീനിൻ്റെ ആ എല്ലാ നിലക്കുള്ളതായ അതിനെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ വരുന്നതായ ആ ശൃംഖലയിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റിയതായ ഒരാൾ ആ ഹദീസ് റിവായത്ത് ചെയ്ത, ഇപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ വരെ ഒരു ഹദീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ആ ഹദീസ്
അത് മൂപ്പര് ഏത് കിതാബിൽ മൂപ്പര് വഴി ചെയ്താലും ആ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിലുള്ള പരമ്പര പരിശോധിച്ച് നോക്കാം. ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വ്യക്തമായ നിലക്ക് പലരും അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കി രേഖപ്പെടുത്തുക. ആ ജീവിത എന്തെങ്കിലും നിൽക്കുന്ന പോറലുകളോ എന്തെങ്കിലും നിൽക്കുന്നതായ ആ മോശത്തലകളോ ഉണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ളവരെ നമ്മൾ സ്വീകരിക്കുക. അതാണ് എന്റെ സ്വഭാവം. അങ്ങനത്തെ ഒരാൾ ഇമാം ബുഖാരി തങ്ങൾ മൂപ്പര് ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ മൂപ്പര് എത്തിച്ചിട്ട് ഉള്ളതാണെങ്കിൽ മൂപ്പര് അങ്ങനത്തെ അടിയിൽ മൂപ്പര് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ദീൻ എന്നുള്ളത്. ഇതൊരു ഭൗതികമായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വിധി ആശയത്തിനുള്ളപ്പോൾ പലരും ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ തന്നെ പോലത്തെ പലരും ഇതിനെ പ്രശംസിച്ച് പറയുകയാണ് ഈ വിദ്യാഭ്യാസ രീതി ഈ ആളുകളൊക്കെ. കാരണം ഞങ്ങൾ ആളുകളുണ്ട്. അപ്പോൾ വാത്തുവാറുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൽ തന്നെ അത് എന്താണ് പിന്നെ ഡൂബിളി കാലും കോടയൊക്കെ വെച്ച് പിന്നെ സൂര്യകോടയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാലും അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബില്ലും അതിൻ്റെ ഓയും അതൊക്കെ ഡൂബിളിയാണ്. അപ്പോൾ അവർ തന്നെ പരസ്പരം അവരെ അന്ന് നമ്മൾ തള്ളിയ പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇവരോടൊക്കെ ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ട് ആശയപരമായിട്ട്. അതോടുകൂടി ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അവരോടൊക്കെ നമുക്ക് യോജിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ അതില്ല എന്നല്ല ഈ പറഞ്ഞു നടക്കും. ആശയപരമായിട്ട് ഇവരോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ആശയങ്ങൾ തള്ളപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്തയുള്ള ജമീയത്തുൽ ഉലമയുടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ മഹാന്മാരാവുന്ന മശായിഖന്മാർ നമ്മളെ കൈ പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതിന് പറ്റില്ല വരുന്നവരൊക്കെ. അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കേണ്ടെന്നല്ല പറഞ്ഞാൽ എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നവരെ, ഇതിനെ ആക്ഷേപിക്കുന്നവരെ, ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഒക്കെ നടക്കുന്നതല്ലേ? ഇതൊക്കെ ഒരു ആലിമിന് ചോദിച്ചതാണോ? ഈ നിലക്കുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കസാലൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നീ നിറഞ്ഞ കസാല ഫോട്ടോ എടുത്താൽ മതി എല്ലാവരും. നിറയാത്ത ഏതെങ്കിലും ഒന്നതിൻ്റെ അടിയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് കണ്ടാലും കാണിക്കാൻ കണ്ട എല്ലാവരും ആ നിറഞ്ഞ കസാലുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. നമ്മൾ സമസ്തകളുടെ ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിൻ്റെ പ്രൗഢി എന്ന് പറയുന്നത്. കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് എന്ത് ഇവിടെ സംഘടിപ്പിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതായ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. യഥാർത്ഥ ദീനിൻ്റെ ബലം ആളുകൾ അവരതിനെ ഉൾക്കൊള്ളാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവർ സന്നദ്ധരാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പല ആക്ഷേപങ്ങളും മറ്റും പറഞ്ഞു കൊണ്ടിട്ട് സമസ്തകളുടെ ജമീയത്തുൽ ഉലമയെ താറടിക്കണതായ അവരങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഗുണം. മനസ്സിലായി? നമ്മളതിന് അതേ നാണയത്തെ മറുപടി പറയുന്നവരല്ല. മറുപടി പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ടുമല്ല. നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയാൻ കഴിയും. നമ്മൾ സംസ്കാരം അനുവദിക്കില്ല. പറഞ്ഞവർക്ക് അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയാം. ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദൗർബല്യമായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സടകുടഞ്ഞ് എഴുന്നേറ്റ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കട്ടമായിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിലേക്ക് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചങ്കൂറ്റമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം റഹീനായിട്ട് അതുപോലെ ഈ പ്രസ്ഥാനത്തിനെ ഈ ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ പ്രസ്ഥാനത്തിന് എതിരിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ഷർറുകാത്തും സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ നീ രക്ഷപ്പെട്ടത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു പദ്ധതിയായി കൊണ്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതിനെ അള്ളാഹു ഒരു ജനങ്ങളിടയിൽ എനിക്കൊരു കബൂലിയത്ത് ഉണ്ടാക്കി കൊണ്ടിട്ട് അതിനെ നല്ല കാർത്തിക്കൊണ്ടുള്ള തൗഫീഖ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഈ മഹത്തായ യോഗം ഇവിടെ വിളിച്ചു ചേർത്തതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. വളരെ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയങ്കരനായ നേതാക്കൾ ബഹുമാനപ്പെട്ട കൊയ്യോടും ഉസ്താദ് ഒരു സമ്മദ് സാഹിബ് പൂക്കോട്ടൂർ, അമീർ ഫൈലി അമ്പലക്കടവ്, മുസവൽ ഫൈലി, അതേപ്രകാരം തന്നെ നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അതിൻ്റെ സിലബസും മറ്റു രീതികളും അതിൻ്റെ ഒരു ഏകദേശ രൂപം ഇൻഷാ അല്ലാഹ് ഇവിടെ അവതരിപ്പിക്കപ്പെടും. ചില കാര്യങ്ങളൊക്കെ ഇനിയും ആലോചിച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ഏകദേശ രൂപം ഇവിടെ അവതരിപ്പിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട്
വളരെ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായ ധാരണകളും തെറ്റായ ധാരണകളും തമ്മിൽ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ മുഷാവറയിലല്ല, അതിൻ്റെ മുമ്പുള്ള ഒരു മുഷാവറയിൽ ഒരു തീരുമാനമെടുത്തു. CIC എന്ന OPOPIയ സംവിധാനത്തിൻ്റെ, അതിനെ നിയന്ത്രിക്കുന്ന CIC എന്ന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈദി ആദർശേരി എന്ന ആള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രചാരണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 96 വർഷത്തെ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചോ, ഒരു സംഘടനയെ സംബന്ധിച്ചോ, ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചോ, ഒരു തരീഖത്തിനെ സംബന്ധിച്ചോ ഒക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊതു സമൂഹത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യകാരണ സഹിതം അത് വിശദീകരിച്ചു കൊടുക്കുക എന്നത് സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രവും പാരമ്പര്യവുമാണ്. അത് ആവശ്യവുമാണ്, അനിവാര്യവുമാണ്. അങ്ങനെ ചെയ്തു പോന്നിട്ടുള്ളൂ. എന്നാൽ ഈ തീരുമാനം എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല വേണ്ടതുപോലെ? നേതാക്കൾ തന്നെ, സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ തന്നെ നേരിട്ട് ഇത് എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് വളരെയധികമായി. അപ്പോൾ വിശദീകരിക്കുകയല്ലാതെ നിർവാഹമില്ലാത്തത് കൊണ്ടും വിശദീകരിക്കൽ അനിവാര്യമായതുകൊണ്ടുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ CIC എന്ന് പറയുന്ന ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഹക്കീം ഫൈദി ആദർശേരി. ഞാൻ വളരെ നീട്ടി സംസാരിക്കുന്നില്ല. 2 കാര്യം നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ വല്ല നിലപാടുകളും അദ്ദേഹത്തിനുണ്ടോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരിൽ വല്ല പ്രചരണവും നടത്തുന്നുണ്ടോ? ഇതാണല്ലോ ഇപ്പോൾ അറിയേണ്ട കാര്യം. ഞാൻ ചുരുക്കി പറയുകയാണ്. ഉസ്താദ് കുറേ പറഞ്ഞു, എന്നിരുന്നാലും കുറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ദാറുൽ ഹുദയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് അബ്ദുൽ ഹക്കീം ഫൈദി അവിടെ വെച്ച് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ഇജ്തിഹാദ് അനിവാര്യമാണെന്നാണ്. പുതിയ ഇജ്തിഹാദ് വേണം. ആധുനിക പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ, അന്ത്യനാൾ വരെ പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊക്കെ അതാത് സന്ദർഭങ്ങളിൽ പുതിയ ഇജ്തിഹാദ് ആവശ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. അത് അവിടെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. പുതിയ ഇജ്തിഹാദിന്റെ വാതിലുകൾ തുറന്ന് പുതിയ മദ്ഹബുകൾ തന്നെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ബദഈ കക്ഷികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തിരുത്തപ്പെടാതിരിക്കാൻ പറ്റൂല എന്ന നിലക്ക് ഞാൻ എണീച്ചു നിന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. കാരണം ഈ ഒരു ചോദ്യവും അതിന്റെ മറുപടിയും ഇന്നും നിലയിൽ തുടങ്ങിയതല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങളുടെ ഉസ്താദായ ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി തങ്ങൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പണ്ഡിതന്മാർ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹത്തുക്കൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ വളരെ വിശദമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുകൾ ക്രോഡീകരിച്ചു വെച്ച ഫിഖ്ഹ്, ആ ഫിഖ്ഹിൽ നിന്ന് തന്നെ 3-4 വിധത്തിൽ ഏത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 1, ആ മഹാന്മാരായ ഇമാമുകൾ ഇവിടെ അന്ത്യനാൾ വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കൊക്കെ അവർ വ്യക്തമായി അതിന്റെ ഹുക്കുമുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ അഥവാ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തത്തുല്യമായ ആ സംഭവത്തിനോട് സാദൃശ്യമായ
സംഭവങ്ങളുടെ വിധികൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇതിന്റെ വിധി മനസ്സിലാക്കാം. അതിന് നിർവാഹമില്ലാതെ വന്നാൽ അവർ പൊതുവായ ചില തത്വങ്ങൾ, കായിക കുല്ലി എന്ന് പറയും, അങ്ങനെയുള്ള പൊതുവായ ചില തത്വങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അതിന്റെ വിധി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മൂന്നാലൊരു വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു നിബന്ധന, ഫിഖ്ഹില് അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ രചിച്ചിട്ടുള്ള ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നല്ല ഒരു പങ്ക് അവൻ പഠിച്ച് നല്ല കഴിവുണ്ടാകണം. ഫിഖ്ഹില് അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നല്ല കഴിവ് വേണം. അങ്ങനത്തെയൊക്കെ അതിന് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പങ്ക് ഉൾക്കൊള്ളുകയും പഠിക്കുകയും നല്ല കഴിവ് നേടുകയും ചെയ്തവർക്ക് ഒരു നിഷ്പ്രയാസം അത് കണ്ടുപിടിക്കാൻ സാധിക്കും. വലൈസ ദാലിക മിനൽ ഇജ്തിഹാദി ഫീ ഷൈഇൻ, അതൊരു ഇജ്തിഹാദല്ല. മുതലക്ക് മുജ്തഹിദിന്റെ ഇജ്തിഹാദ് ഉണ്ട്, മുഖയ്യദായ മുജ്തഹിദിന്റെ ഇജ്തിഹാദ് ഉണ്ട്, തർജീഹിന്റെ മുജ്തഹിദിന്റെ ഇജ്തിഹാദ് ഉണ്ട്. അതിലൊന്നും പെട്ടതല്ല അത് എന്ന് വ്യക്തമാക്കുന്നു. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ ധാരാളം പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു നീട്ടുന്നില്ല. അതങ്ങനെ കഴിഞ്ഞു. അതിന്റെ ശേഷം രണ്ടാമതൊരു സംഭവം, ഒരു ദിവസം ഒരു പരസ്യം കണ്ടു. അങ്ങനെയാണല്ലോ സമസ്തയുടെ പേരും സമസ്ത നേതാക്കളുടെ പേരും ഒക്കെ പറഞ്ഞിട്ടാണല്ലോ അതിന്റെ വളർച്ചയും അതിന്റെ പരസ്യവും ഒക്കെ ഉണ്ടാവല്. ഒരു മുഷാവർക്ക് മുമ്പ് ഒരു പരസ്യം കണ്ടു. അതിന്റെ അഡ്മിഷന് വേണ്ടി പരസ്യം ചെയ്തപ്പോ സമസ്ത പരിശോധിച്ച് അംഗീകരിച്ച സിലബസ്, സമസ്ത പരിശോധിച്ച് അംഗീകരിച്ച സിലബസ്. ഇത് കണ്ടപ്പോ സമസ്ത മുഷാവറയിൽ ചർച്ച ചെയ്തു, ഇങ്ങനെ ഒരു പരിശോധന നമ്മളൊക്കെ നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണ്. എന്നിട്ട് പിന്നെ ആ സിലബസ് സമസ്ത നേരിട്ടൊരു പരിശോധന നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ പരിശോധിച്ച് അംഗീകരിച്ചത് എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇങ്ങനെ പരസ്യം കൊടുത്ത സ്ഥിതിക്ക് നമ്മളതൊന്ന് പരിശോധിക്കണം. എന്നിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അംഗീകരിക്കണം, അല്ലാതിരുന്നാൽ അംഗീകരിക്കാൻ പറ്റാത്തത് ഒഴിവാക്കാൻ പറയണം. നമ്മളെ ബാധ്യതയാണല്ലോ. ഒരു സമിതി ഉണ്ടാക്കി, ഞാനടക്കമുള്ള കുറച്ച് ആളുകളുടെ ഒരു സമിതി ഉണ്ടാക്കി. അങ്ങനെ അവരുടെ സിലബസിലുള്ള കിതാബുകളൊക്കെ നമ്മൾക്ക് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കൊടുത്തയച്ചു. അത് പരിശോധിച്ചപ്പോൾ പല കിതാബുകളിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, നമ്മളെ സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കിതാബുകൾ കണ്ടു. അതിലൊന്നാണ് താരീഖ് തശ്രീഉൽ ഇസ്ലാമി എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ചരിത്രം. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള ഫിഖ്ഹിന്റെ ചരിത്രം, നബുവത്തിന്റെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ, അയിമ്മത്ത് മുജ്തഹിദീങ്ങളുടെ കാലഘട്ടത്തിൽ, അതിന്റെ ശേഷം ഇത് വളരെ വിശദമായി വിവരിക്കുന്ന കർമ്മശാസ്ത്രത്തിന്റെ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. മുഹമ്മദ് ഖുദരി എന്ന് പറയുന്ന ഒരാളുടെ കിതാബാണ്. അതിന്റെ ആ കിതാബ് ഞങ്ങൾ പരിശോധിച്ചു. ആ കിതാബ് പരിശോധിച്ചപ്പോ നമ്മൾ നാലാളൊരു മദ്ഹബ് സ്വീകരിക്കണം എന്ന് പറയുന്നവരാണല്ലോ. അയിമ്മത്ത് മുജ്തഹിദീങ്ങളെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട്, അവർ രചിച്ച കിതാബുകളെ വളരെ മോശമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് മനഃപ്പാടമാക്കുന്നതിന് വേണ്ടി മൻഹജ് പോലെയുള്ള 4 മദ്ഹബിലുമുള്ള ചെറിയ ചെറിയ കിതാബുകൾ, ചെറുതാണെങ്കിലും മദ്ഹബിൽ ഏറ്റവും പ്രബലമായത് മാത്രം വിവരിക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട കിതാബുകൾ, അതിനെ സംബന്ധിച്ചൊക്കെ വളരെ മോശമായി സംസാരിക്കുകയാണ്. ഒരു ഇബാറത്ത്, വലമ്മാ കാനത്തി സരീഖത്തുൽ അറബിയ്യ ഇൻദഹും ദഈഫ. നമ്മൾ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ, ഇമാം നവവി, ഇമാം റാഫി, മറ്റ് മദ്ഹബിലുള്ള വലിയ ഇമാമുകൾ, അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. വലമ്മാ കാനത്തി സരീഖത്തുൽ അറബിയ്യ ഇൻദഹും ദഈഫ. ശരിയായ അറബി ഭാഷയുടെ സ്വഭാവം അവർക്ക് അറിയില്ല. നവവി ഇമാമിനും റാഫി ഇമാമിനൊന്നും ശരിയായ അറബി ഭാഷയുടെ സ്വഭാവം അവർക്ക് അറിയില്ല. അങ്ങനെ അറിയാതെ പോയതിന്റെ പേരിൽ ദഈഫ്, അത് ബലഹീനമായതിന്റെ പേരിൽ തഹവ്വലൽ കലാമു, അവരുടെ ഈ ഷോർട്ടാക്കി ഉണ്ടാക്കിയ ഈ കിതാബുകളിലൊക്കെ ഉള്ള അവരുടെ കലാമ്, അത് ഇലാമ യഷ്ബഹുൽ അൽഗാസ്, അത് കടങ്കഥ പറയണം. അതിൽക്കാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ കടങ്കഥ, കുട്ടികൾ കടങ്കഥ പറയല്ലോ. അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ ഒരു വ്യാഖ്യാനം വേണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പൊ പിന്നെ അതിനൊരു ഷറഹ് എഴുതണം. മിൻഹാജിന് എത്ര ഷറഹുകളാ, പിന്നെ അതിന് ഹാഷി ഉണ്ടാക്കണം, പിന്നെ ഒരു തക്രീർ വേണം. എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? ഈ കടങ്കഥ പറയാൻ എന്തിനാ നിൽക്കുന്നത്?
ഇതാർക്കാ പഠിപ്പിക്കുന്നതെന്നറിയോ? വാഫി വഫിയായിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് സിലബസിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ അപകടം മനസ്സിലാക്കണം. ഫകഅന്നൽ മുഅല്ലിഫ, ഇത്തരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള രചയിതാക്കൾ ലം യക്തുബുഹു ലിയുഫ്ഹമ, അതിനെ എഴുതിയിട്ടുള്ള അതിനെ തിരിയാൻ വേണ്ടി എഴുതിയതല്ല. ബൽ ലിയുജ്മഅ, അയാൾക്ക് കുറെ മസലകൾ, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ മസലകൾ അയാൾക്ക് ഒരുമിച്ച് കൂട്ടി എന്നുള്ള ഒരു മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് തിരിയാൻ വേണ്ടി എഴുതിയതല്ല അത്. ഇത് കടങ്കഥയാണ്. ഈ നിലക്ക് അയിമ്മത്ത് രചിച്ച കിതാബുകളെ സംബന്ധിച്ച്, അവരുടെ രചനയെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമികളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരികളെ സ്വാധീനിച്ച് മറ്റു മദ്ഹബിന്റെ ആളുകളെ പൊന്താനയക്കാതെ തടഞ്ഞു വെച്ചതാണ്. 4 മദ്ഹബിന്റെ ആളുകൾ ഭരണാധികാരികളെ സ്വാധീനിച്ചു. മറ്റുള്ള ഇമാമികൾ ഉണ്ടാകാൻ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ എത്രയോ ഇമാമുകൾ ഉണ്ടാവുമായിരുന്നു. പിന്നെ വേറെ സ്ഥലത്ത് പറയാണ്, ഇന്ധന മാനിആനി യഹൂലാനി ബൈനനാവ ബൈന തക്വീനി ഫഖീഹിൻ, ഇന്ന് ശരിയായൊരു ഫഖീഹ് നമ്മൾക്കില്ല. അങ്ങനെ ഒരു ഫഖീഹ് ഇല്ലാതെ പോയത് അതിനുള്ള കാരണം 2 തടസ്സങ്ങളാണ്. ശരിയായ ഒരു പണ്ഡിതനെ, ഒരു ഫഖീഹിനെ, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനെ വാർത്തെടുക്കുന്നതിന് 2 തടസ്സങ്ങളാണ് നമ്മൾക്കുള്ളത്. ഒന്ന് ഹാദിഹിൽ കുതുബുല്ലത്തി ബൈന ഐദീന, ഒന്ന് നമ്മളെ ഈ കിതാബുകൾ, ഈ കടങ്കഥ പറയുന്ന കിതാബുണ്ടല്ലോ, മിൻഹാജ് മൻഹജ് പോലത്തെ, ഷാഫി മദ്ഹബിൽ പറയുകയാണെങ്കിൽ മിൻഹാജ് മൻഹജ്, മറ്റു മദ്ഹബുകളിലൊക്കെ ഉണ്ട്. ഇമാതിരി കിതാബുകളാണ് നമ്മൾക്ക് തടസ്സങ്ങളിൽ ഒന്ന്. വഖദ് ബയ്യന്നാമിൻ ദാലിക മാഫിയിൽ കിഫായ, ഞാൻ മുമ്പ് വിവരിച്ചല്ലത്, അങ്ങനെയുള്ള കിതാബുകൾ. രണ്ടാമത്തത് അസാനി തരീഖു തഹരീമി, പാഠ്യപദ്ധതിയുടെ രീതിയാണ് രണ്ടാമത്തെ കുഴപ്പം. ഫഖദ് കാന മുരീദുൽ ഫിഖ്ഹി ഫിൽ ഉസൂലിൽ ഊലാ യകൂനു ഹമ്മുഹുൽ അക്ബറു ഇഹ്സാഉ മാ ഫീ കിതാബില്ലാഹി സുബ്ഹാനഹു വസുന്നതി നബിയിഹി മിമ്മാ തുസ്തംബതു മിൻഹുൽ അഹ്കാം. പൂർവികരുടെ മാതൃക നമ്മൾ പിൻപറ്റാത്തതാണ് കുഴപ്പം. എന്നാൽ പൂർവികരുടെ സ്വഭാവം എന്തായിരുന്നു? അവരുടെ അങ്ങേയറ്റത്തെ ശ്രദ്ധ, അവര് ഖുർആനിലും സുന്നത്തിലും വന്നേ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേതൊക്കെയത് പൂർണ്ണമായിട്ട് പഠിക്കുക. എന്നിട്ട് സുമ്മയുംലി അക്സറ വഖ്തിഹി ഫീ മഅരിഫത്തി മാ അഫ്താ ബിഹി ഇമാമുഹു, ശ്രദ്ധിക്കണം. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അയാളുടെ ടൈം, അയാൾ ഏതൊരു ഇമാമിന്റെ കൂടെയാണോ ഉള്ളത്, ഷാഫിയാണോ അനഫിയാണോ മാലിക്കിയാണോ അംബരിയാണോ ഏതാണോ, ആ ഇമാമിന്റെ ഫത്വകൾ പഠിക്കും. ആ ഇമാം എന്തൊക്കെ പറഞ്ഞു അത് പഠിക്കും. വൈദാ തഖദ്ദമ ഫി ദിറാസത്തി, അയാളുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരാല മാരി അയിമ്മത്തി മദ്ഹബിഹി, പിന്നീട് ആ ഇമാമിന്റെ മദ്ഹബിലുള്ള ശിഷ്യന്മാരും മസ്ഹബൊക്കെ ഉണ്ടാവും, പിൻഗാമികള്, അവരുടെ അഭിപ്രായങ്ങൾ പഠിക്കും. മിനൽ ആറായില്ലത്തി ഖാലഫു ഫി ആ ഇമാമും, അതേതാ പഠിക്കണത്? ആ ഇമാമിനോടെതിരായിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ആ ഇമാമിന്റെ അനുയായികളായ ഇമാമിങ്ങളിൽ നിന്ന്, അസ്ഹാബിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന് എതിരായിട്ടുണ്ടായത് എന്താ വെച്ചാൽ അത് പഠിക്കുക. മുഖാലഫ, എന്തുകൊണ്ടാണ് എതിരായത്? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒരു അഭിപ്രായം പറഞ്ഞതിനെതിരായിട്ട് ഇമാം മുസ്നി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു അസ്ഹാബിൽപ്പെട്ട ആള് എതിര് പറഞ്ഞ്, എവിടെ എതിര്? ഇമാം ഷാഫി തങ്ങളുടെ നസ്സിനെതിരായിട്ട് അനുയായികൾ ആരും പറയില്ല. വ്യക്തമായിട്ടൊരു വിധി പറഞ്ഞാൽ പിന്നെ അതിനെതിരായിട്ട് പറയലില്ല. ഇരിക്കട്ടെ. വൈദാ തമ്മലഹു ദാലിക, ഇത് പൂർത്തിയായാൽ ബിഹൈസു ബഹസ ഫീ ആറായിൽ അയിമത്തിൽ ആഖിരീന, പിന്നെ മറ്റിമാമിങ്ങൾ. അപ്പൊ എന്തൊക്കെയായി? ഒന്ന്, അവന്റെ ഇമാമിന്റെ അഭിപ്രായങ്ങൾ പഠിക്കുക. 2, അവന്റെ ഇമാമിന് എതിരായിട്ട് ആ ഇമാമിന്റെ അഥവാ പിൻഗാമികൾ എന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അത് എന്തിനു വേണ്ടി പറഞ്ഞു, എന്റെ ന്യായസഹിതം അത് പഠിക്കുക. 3ാമതായിട്ട് മറ്റ് ലോകത്ത് ഇമാമിങ്ങൾ, അവിടെ 4 ഇമാമൊന്നും പറയുന്നില്ല, മറ്റ് ഇമാമിങ്ങൾ എന്താ പഠിച്ചത്, എന്താ പറഞ്ഞത്, എന്താണ് അഭിപ്രായപ്പെട്ടത്, ആ അഭിപ്രായങ്ങളൊക്കെ പഠിക്കുക. ഇതെന്തിനാണെന്നറിയോ? ശ്രദ്ധിക്കണം. ഇതെന്തിനാ? ലിയുഖാരിന ബൈനഹാ വബൈന മസ്തംബതഹു ഇമാമുഹു, മറ്റ് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, മറ്റ് ഇമാമിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, അതിന്റെയും ഇവന്റെ ഇമാം പറഞ്ഞതിന്റെയും ഇടയിൽ ഒരു താരതമ്യ പഠനം നടത്താൻ വേണ്ടി പോസ്റ്റ്മോർട്ടം നടത്തുക, താരതമ്യ പഠനം നടത്തുക. അപ്പൊ താരതമ്യ പഠനം നടത്തുമ്പോ അത് മറ്റേ ആൾ പറഞ്ഞത് തന്നെയാണ് ശരി, അത് അതുബായിൽപ്പെട്ട ആൾ പറഞ്ഞത് തന്നെ ശരി. ഇങ്ങനെ ഏതാണോ ഇവന് ശരിയെന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക, അതിനെ ബലപ്പെടുത്തുക. വൈദാക യകൂനു ഫഖീഹൻ, അപ്പോഴേ ഒരാൾ ഫഖീഹ് ആവുള്ളൂ. ഈ താരതമ്യ പഠനം നടത്തി അതിൽ നിന്ന് ഏതാണ് ബലപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായെങ്കിലേ ഫഖീഹ് ആവുള്ളൂ. ലഹുൽ യദുൽ ബാസിത്ത, വിശാലമായ ഒരു സ്വാധീനവും
വൽ ഫിക്രത്തുൽ റാജിഹ, ഏതാണ് പ്രബലമായത് എന്ന് കണ്ടുപിടിക്കാനുള്ള ചിന്തയും അവർക്ക് അപ്പം ഉണ്ടാവും. മതാ അതമ്മ ഹാദിഹി ദർജ, ഈ ഒരു അവസ്ഥയിൽ തെർജീഹിന്റെ മുജ്തഹിദ് എന്ന് പറയില്ലേ, ഈ ഒരു അവസ്ഥയിലെത്തിയാൽ അപ്പോ അവന് പൂർണ്ണമായി ഫഖീഹായി. അമ്മ ഇന്ധന, എന്താ ഇപ്പൊ നമ്മൾ ഇന്നത്തെ അവസ്ഥ? ഫൈനൽ മുബ്തദിയാവൽ മുന്തഹിയ ലാ ഫർഖ ബൈനഹുമാ, ഒരു മുബ്തദിയായ ഒരു സ്ഥാപനത്തിൽ ആദ്യമായി ചേർന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും പഠനം പൂർത്തിയായി സനത് വാങ്ങി പുറത്തു വരുന്നവരും തമ്മിൽ ഒരു വ്യത്യാസമല്ല. ലാ ഫർഖ ബൈനഹുമാ ഇല്ലാ കസറത്തുൽ മസായിൽ വ ഖില്ലത്തുഹാ. മുബ്തദിയാവുമ്പോ തുടങ്ങി പഠിക്കുന്നവനാവുമ്പോ അവന്റെ അടുത്ത് മസാലകളുടെ എണ്ണം കുറച്ച് കുറയും, മറ്റേ ആൾക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് മസാലകൾ അറിയും. അല്ലാതെ എന്ത് വ്യത്യാസമുള്ളത്? ഒരാളെത്ത് 1 ഉറുപ്പികണ്ട്, ഒരാളെത്ത് 1,00,000 ഉറുപ്പിയുണ്ട്. എന്താ പോലും തമ്മിൽ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമല്ല. എന്താ ഈ 1 ഉറുപ്പിക 1,00,000 ആയതല്ലേ 1,00,000 ഉറുപ്പിക എന്ന് പറയുന്നത്? 1,00,000 ഉറുപ്പികന്റെ ആവർത്തനം തന്നെയല്ലേ? അല്ലെങ്കിൽ അതുപോലത്തെ കുറെ ഉറുപ്പിക കൂടിയതല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും കൂടിക്കണം, എന്താ വ്യത്യാസമുള്ളത്? യാതൊരു വ്യത്യാസമല്ല. ഇയാളത്ത് 1,00,000 മസാല ഉണ്ട്, അല്ലെങ്കിൽ 10,000 മസാല ഉണ്ട്, മറ്റേ ആളത്ത് 100 മസാലയാണ്. ഇതല്ലാതെ എന്ത് വ്യത്യാസമുള്ളത്? ആലോചിച്ച് നോക്കി പറയുന്നത്. വഹാദാ മാ ഇംതാസു ബിഹിൽ മൻഹജു, എന്താ ബി അങ്ങനെ പറഞ്ഞു പോയിട്ട് പറയണു. വലൈസത്ത് കസ്റത്തുൽ മസായിരി മിമ്മാ യബഅസു ഫി നഫ്സി റൂഹൽ ഫിഖ്ഹി, കുറേ മസാല പാഠമാക്കി ത്വയ്ഫ 10 ജുസുവും കാണാതെ പഠിച്ചു, ശറഉൽ മുഅദ്ദബ് കാണാതെ പഠിച്ചു, എല്ലാം കാണാതെ പഠിച്ചിട്ട് എന്താ ഉള്ളത്? അതുകൊണ്ടൊന്നും ഫിഖ്ഹിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ എഴുന്നേറ്റ് നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് എല്ലാ സ്ഥാപനങ്ങളെയും ആക്ഷേപിക്കുക. ഇതൊക്കെയാണ് മുൻഗാമികളുടെ സ്ഥിതി. അമ്മാ നഹ്നു ഫഖദ് ഇസ്തവാ ഫീ നിളാമിന ദിറാസി തഅലീമുൽ മുബ്തദി വൽ മുന്തഹി. നമ്മളുടെ പാഠ്യപദ്ധതി, ഇന്നത്തെ സ്ഥാപനങ്ങളിലുള്ള പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ മുബ്തദിയും മുന്തഹിയും, തുടങ്ങുന്നവനും പൂർത്തീകരിക്കുന്നവനും എല്ലാം സമാണ്. അതിനാരും ആക്ഷേപിച്ചു. അങ്ങനെ അത് തുടരുകയാണ്, ഞാൻ നീട്ടി വായിക്കണില്ല. എന്നിട്ട് ഇയാൾ പറയാ ലൗ ലൗ കാന ലീ വഅന ഫീ മഖാമിൽ മുഅർരിഖ് അല്ലദീ യുസവ്വിറുൽ ഹഖായിഖ കമാ ഹിയ അൻ അഖ്തരിഹാ ലഖ്തറഹതു ഫി തഅലീമി ദീനി മാ അദ്കുറു. ഞാനിപ്പോൾ ഒരു ചരിത്രകാരനാണ്, എല്ലാ ചരിത്രങ്ങളും സത്യസന്ധമായി വിവരിക്കുന്ന ഒരു ചരിത്രകാരനാണ് ഞാൻ. എന്നാൽ എനിക്ക് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഈ താഴെ പറയും വിധത്തിൽ പാഠ്യപദ്ധതി ഞാൻ തയ്യാറാക്കുമായിരുന്നു. എന്താണ് ആ പദ്ധതി? 3 ഘട്ടങ്ങളാക്കി തിരിക്കുകയാണ്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു ദീനീ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാഠ്യപദ്ധതിയുടെ ഒരു രീതിയാണ് പറയുന്നത്. 3 ഘട്ടങ്ങളായി, ഇബ്തിദായി, സാനവി, പിന്നെ നിഹായി, ഇങ്ങനെ 3 ഘട്ടങ്ങളാക്കി തിരിക്കുകയാണ്. അയ്യക്കൂന തഅലീമുൽ ഇബ്തിദായി മഖ്സൂറൻ അലാ തഅലീമിൽ അഹ്കാമിൽ ലതീ ഖററഹാ ഇമാമുൽ മുദ്ഹബി മിൻ കിതാബിൻ സഹിരിൻ യഖ്താറു ലിദാലിക. ഒരു സ്ഥാപനത്തിൽ ചേർന്ന് തുടങ്ങുന്ന കാലഘട്ടം ഇബ്തിദായിയ, തംഹീദിയ, ഇസ്തിഅദാദിയ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ആ ഇബ്തിദായി കാലഘട്ടം 2 കൊല്ലാണെങ്കിൽ 2, ആ കാലഘട്ടത്തിൽ ഈ കെട്ടിക്കൊടുക്കുള്ള കിതാബുകളൊന്നും ഓതി കൊടുക്കട്ടെ. ഈ ഫത്വൽ മുഈൻ, ഈ മിൻഹാജ്, ഈ തുഹ്ഫ, ഇങ്ങനത്തെ കിതാബൊന്നും ഓതി കൊടുക്കുക. ഒരു സഹലായ ഒരു കിതാബ്. ഇപ്പൊ അൽ ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ പല കിതാബുകൾ. അതിൽ നിന്ന് ഉന്നതമായ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കിതാബ് ആ കുട്ടിക്ക് ഓതി കൊടുക്കുക. പിന്നെ 2ാമത്തെ ഘട്ടം വായതലക്കാഫി ദർജത്തി സാനിയത്തി കിതാബം മബ്സൂതൻ ഫീഹി അറാഉ അയിമ്മത്തിൽ മദ്ഹബിൽ ലദീന ഖാലഫു ഇമാമഹും ഔ റജ്ജഹു ഔ ഇഖ്താറു മാ നസ്ബിൽ അദില്ലത്തി ലികുല്ലി ഫരീഖിൻ. കണ്ടോ? 2ാം ഘട്ടത്തിൽ ഒരു കുട്ടി 1-2 കൊല്ലം ഏതെങ്കിലും ഒരു സഹിലായ ഒരു കിതാബ് ഓതിയാൽ എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കുട്ടിക്ക് പിന്നെ ഓതി കൊടുക്കാൻ പോണത് എന്നറിയോ? വളരെ വിശാലമായ ഒരു കിതാബ്, മബ്സൂത്തായ അനവധി വാല്യങ്ങളുള്ള ഒരു കിതാബ്. ആ കിതാബിന് ഇമാമിങ്ങളുടെ മൊത്തം അഭിപ്രായങ്ങളുണ്ടാവും. ഈ കുട്ടിയുടെ ഇമാമിന് എതിരായിട്ട് ഇമാമിങ്ങൾ പറഞ്ഞ്, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ കുട്ടിയുടെ ഇമാമ് പറഞ്ഞ മദ്ഹബിന് എതിരായിട്ട് മറ്റ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അതിലുണ്ടാവും. അതൊക്കെ പഠിപ്പിക്കാം. അതിന്റെ തെളിവുകളും ഓരോന്നും പറയുന്ന ആളുകൾക്ക് അതിന്റെ തെളിവുകൾ എന്താണെന്ന് പഠിപ്പിക്കാം. ഈ ഖിലാഫുകളൊക്കെ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുന്ന കിതാബുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിന് വേണ്ടി സെലക്ട് ചെയ്യണം. തഫ്സീർ വൽ ഹദീസ്, അതോടുകൂടെ ഖുർആന്റെ തഫ്സീറും പഠിപ്പിക്കുക, ഹദീസും പഠിപ്പിക്കുക. ഇതാണ് ഇപ്പൊ 2ാം ഘട്ടം. എന്നിട്ട് എന്താണ് ആകാൻ പോകുന്നത് നമുക്ക് നോക്കാം. വയകൂന തഅലീമുൽ മുന്തഹി മഖ്സൂറൻ അലൽ ഫിഖ്ഹി വ ഉസൂലിഹി വമാ യതഅല്ലഖു ബിൽ അഹ്കാമി മിനൽ കിതാബി വസുന്ന. 3ാം ഘട്ടത്തിൽ ഹുക്കുമുകൾ, ഖുർആനിൽ പല ഭാഗങ്ങളുള്ളതായിപ്പെട്ട അഹ്കാം, ശരീഅത്തിന്റെ വിധി, നിയമങ്ങൾ, ആ നിയമങ്ങൾ പറയുന്ന ഭാഗം പഠിപ്പിക്കുക. ഉസൂലും പഠിപ്പിക്കുക, ഉസൂലുൽ ഫിഖ്ഹ്.
എന്തിനാ ഉസൂൽ ഫിഖ് പഠിപ്പിക്കണത്? അപ്പോഴേ ഇജ്തിഹാദ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പഠിപ്പിക്കുക, അവർ തെളിവ് എങ്ങനെയാണ് സ്വീകരിച്ചത് പഠിപ്പിക്കുക. അങ്ങനെ പഠനം പൂർത്തിയാക്കിയാൽ അവർക്ക് സനദ് കൊടുക്കരുത്, സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. ഇല്ലാരിവൻ ഒരാൾക്കല്ലാതെ 2 or 3 മസലയിൽ അവൻ എഴുതണം ഖിലാഫൽ ഫുഖഹ, അതിലുള്ള ഫുഖഹാന്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അതിലെഴുതണം. വഅസ്ബാബ് ഇഖ്തിലാഫിഹിം, എന്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായത് എന്ന് എഴുതണം. വൽ ഖവായിദൽ ഉസൂലിയല്ലത്തിൽ അല്ലത്തി ബനാ കുല്ലു ഖായിലിൻ ഖൗലഹു അലൈഹ, ഓരോരുത്തരും ഏത് ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർ ഈ മസല പറയാൻ അവർ സ്വീകരിച്ച ഉസൂല്, അതിൻ്റെ തെളിവുകൾ, ഇതെല്ലാം വിവരിച്ചു കൊണ്ടുള്ള ഒരു പ്രബന്ധം 2 or 3 മസലയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ ശേഷമല്ലാതെ സനദ് കൊടുക്കരുത്. ശരിക്കും പാകാക്കുകയാണ്. വലായത്തിമു ദാലിക ഇല്ലാ ബി തംബീഹിൽ ഉലമാഇ ഇഖ്തിയാരിൽ കുതുബി ദിറാസിയത്തി, അതൊക്കെ അതിൻ്റെ വാക്യം. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അവസാനം എന്താ ആയിപ്പോണത്? വലിയ അങ്ങക്കൊക്കെ കേട്ടാൽ വല്ലാതെ ആകർഷിച്ചു പോകും. നല്ല കാര്യമാണ്. അപ്പോഴാണ് ഫിഖഹിന്റെ ആത്മാവ് മനസ്സിൽ അത് എഴുന്നേറ്റ് ശരിയായ ഉത്തേജനം അപ്പോഴുണ്ടാകുക. അപ്പോഴാണ് ഒരു ഫഖീഹ്, ഞാനൊരു ഫഖീഹായിട്ടുണ്ട് എന്നുള്ളൊരു മനസ്സ് അവനിക്കുണ്ടാകും. വനകൂനു, നമ്മളാകും. നമ്മൾ പറഞ്ഞാൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന നമ്മൾ, ഈ 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലുള്ള നമ്മളാകും. ഉദാഹരണം, വനക്കൂനു കത് ഹദൗന ഹദു അസ്ലാഫിന, നമ്മളെ മുൻകാലത്ത് കഴിഞ്ഞു പോയ നമ്മളുടെ ഇമാമിയങ്ങൾ, ആ ഇമാമിയങ്ങളോട് നമ്മൾ അന്യോന്യം കടുപിടിക്കുന്ന ഒരവസ്ഥ, നേർക്കുനേരെ അവരോട് നേർക്കുനേരെ നിൽക്കാനെന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. വനനാലു, നമ്മൾക്ക് കരസ്ഥമാകും മരക്കത്ത് തഫഖുഹി ഫി ദീനി, അതാണ് ദീനിൽ ഉള്ള ശരിയായ തഫഖുഹ്, ഫിഖ്ഹ്, അത് മനസ്സിലാക്കാനുള്ള ഒരു മരക്ക കഴിവ് നമ്മൾ കരസ്ഥമാക്കും. ഇനി ശ്രദ്ധിക്കുകയും വയക്കൂനു മിന്ന, നമ്മളിൽ നിന്നുണ്ടാവും ഫിൽ മുസ്തഖ്ബലി, ഭാവിയിൽ, അടുത്ത ഭാവിയിൽ ഫുഖഹാ, ധാരാളം ഫുഖഹാ ഉണ്ടാവും. എങ്ങനത്തെ ഫുഖഹാ? യുഅ്തമദു അലൈഹിം, അവരുടെ മേൽ ഇഅ്തിമാദ് ചെയ്യപ്പെടും, അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെടും. വയൂസഖു ബി അഖ്വാലിഹിം, അവരുടെ ഖൗലുകൾ. അപ്പൊ ഇമാമുമാരുണ്ടാവും. തർജീഹിന്റെ മുജ്തഹിദെങ്കിലും ആവണ്ടേ, അപ്പോഴല്ലേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അൽ ഇമാമു ഫുലാൻ, ഞാൻ പേരൊക്കെ എനിക്ക് പറയാനിട്ടാ. അൽ ഇമാമു ഫുലാന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇന്ന മസലയിൽ അൽ ഇമാമു ഫുലാന്റെ അഭിപ്രായം എങ്ങനെയാണ്? എത്ര ഇമാമിങ്ങൾ, നമുക്ക് എന്തൊരു അന്തസ്സും എന്തൊരു അഭിമാനവുമാണ് ഈ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുക. നോക്കുന്ന സ്ഥലത്തൊക്കെ ഇമാമിങ്ങൾ, അവർക്കൊക്കെ വേറെ വേറെ അഭിപ്രായങ്ങൾ. അപ്പൊ നമ്മൾ ഈ മുജാഹിദീങ്ങളൊക്കെ കളിയാക്കലുണ്ട്, അവര് കീലിയും കാര്യം പറഞ്ഞു നടക്കുകയാണ്. ആ സ്ഥാനത്ത് എന്ത് പറയേണ്ടി വരും? കീലകളും കാലകളും പറഞ്ഞു നടക്കുകയാണ്, ബഹുവചനം കൊണ്ട് പറയേണ്ടി വരും. കാരണം ഒരുപാട് കീലകൾ, ഒരു പരി തന്നെ 2 അഭിപ്രായം ഉണ്ടാവും, ഒരു മഹല്ലത്തിൽ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും ഒരു മസലയിൽ. അതൊക്കെ മൂപ്പരുടെ കൗലാണ്, അത് ഇന്ന ഇമാമിന്റെ കൗല. ഇന്ന ഫൈലി, അത് അൽ ഇമാമു അഹ്മദുൽ ഫൈലി, അൽ ഇമാമു മുഹമ്മദ് ദാരിമി, അൽ ഇമാമു അബൂബക്കർ ഹുദവി, അൽ ഇമാമു ഉമറുൽ വാഫി. എന്തൊരു അഭിമാനമാണ് നമ്മൾക്ക്. അപ്പോ ഇങ്ങനെ നമ്മൾക്ക് എല്ലാ കൊല്ലവും ഇങ്ങനെ എല്ലാ കൊല്ലവും കുറച്ച് എണ്ണത്തിന് സനതും കൊടുത്തിട്ട് ഷഹാദിയും കൊടുത്തിട്ട് വിടാനുള്ള ഒരു ഭാഗ്യം നമ്മൾക്ക് ഉണ്ടായാൽ പണ്ട് കാലത്ത് അയിമത്തിന്റെ കാലത്ത് കഴിഞ്ഞു പോയി ആ മഹത്തുക്കളാകുന്ന ഫുഖഹാക്കളോട് ഘടപിടിച്ചുകൊണ്ട് നമ്മൾക്കും അഭിമാനം കൊള്ളാൻ സാധിക്കും. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മുഖാറനത്ത് തർജീഹിന്റെ ഇമാമിങ്ങൾ ഉണ്ടാക്കുക, അതാണ് മദ്ഹബുകൾക്കിടയിലുള്ള മുഖാറനത്ത്, താരതമ്യ പഠനം. എന്തിനു വേണ്ടി? അതിൽ നിന്ന് അതെല്ലാം പഠിച്ച്, അതിന്റെ തെളിവുകൾ പഠിച്ച്, അതിന്റെ കായികകൾ പഠിച്ച്, അവർക്ക് എന്താണ് ഈ പഠനം നടത്തിയിട്ട് ഓരോ ആളുകൾക്കും എന്താ ഓതിയിട്ടുള്ളത്? അപ്പൊ അനർഹരായ ആളുകളെ കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഇജ്തിഹാദ് ചെയ്ത് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ, നേരത്തെ തങ്ങൾ ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഇവിടെ ഭിന്നിപ്പുണ്ടായ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ ഭിന്നിപ്പുണ്ടായ കഥ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ നിലവിൽ ഇപ്പൊ ഭിന്നിപ്പുണ്ട്,
സ്വതന്ത്രമായ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, ഈ കക്ഷികളുണ്ടാക്കി. ഇനി ആ ഭിന്നിപ്പ് ഇങ്ങോട്ട് വർദ്ധിപ്പിച്ച് ഓരോ വിഷയത്തിലും 100 അഭിപ്രായങ്ങൾ പറയുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ കിതാബ് പറ്റൂല, ഇത് നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞു. ഇതുപോലുള്ള ചില കിതാബുകൾ വേറെയുണ്ട്, ഷോർട്ട് ഹാൻഡാണ് ഈ കിതാബുകളൊക്കെ എന്ന് പറയുന്ന അയിമത്തിനെ പരിഹസിക്കുന്നത്, എല്ലാവരെയും മുജ്തഹിദാക്കണം എന്ന് പറയുന്നത്. അത്തരം കിതാബുകൾ ഒഴിവാക്കാൻ പറഞ്ഞു, വേറെ ചില കിതാബുകൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. കേട്ടു, പറഞ്ഞതനുസരിച്ചു. പക്ഷെ അനുസരിച്ചു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്നത് സമസ്ത പറഞ്ഞ് 1/2 ഡസനോളം കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ മനസാക്ഷിക്കെതിരായിട്ടാണ് ഞാൻ അംഗീകരിച്ചത് എന്ന്. പത്രസമ്മേളനത്തിൽ തോന്നുന്നുണ്ടാക്കാൻ വിളിച്ച് പറഞ്ഞു. അതൊന്നും എൻ്റെ മനസ്സ് തട്ടിക്കൊണ്ട് ഞാൻ അംഗീകരിച്ചതല്ല, മനസാക്ഷിക്ക് എതിരായിട്ട് അംഗീകരിച്ച അപ്പോഴും മനസ്സിലുള്ളത് അത് തന്നെയാണ്. ഇപ്പോഴും മൂപ്പര് മനസ്സിലുള്ളത് ഇങ്ങനത്തെ കിതാബുകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കണം, എന്നിട്ട് പുതിയ ഫുഖഹായിനെയും അയിമത്തിനെയും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ തിരക്കെ പറഞ്ഞില്ലേ ഒരു സഹലായ കിതാബ് എന്ന്. ആ സഹലായ കിതാബിൽപ്പെട്ട ഒരു കിതാബിൻ്റെ ഉദാഹരണം തങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അൽ ഫിഖ്ഹുൽ മുയസ്സർ എന്ന് പറയുന്ന ഒരു കിതാബാണ്. ഈ ഫിഖ്ഹുൽ മുയസ്സറിൽ ഇതിൽ കണ്ടോ, ഇത് സിലബസ് വെച്ചു, വാഫിക്കാരുടെ സിലബസിൽ ഈ കിതാബ് വെച്ചു, പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്ഥിരതല്ല. പിന്നെ അത് മാറ്റി വറന്നാക്കും, അത് മാറ്റി വറന്നാക്കും, ഉസൂലൊക്കെ ഒന്ന് തന്നെ. അപ്പൊ ഈ കിതാബ് വെച്ച് പഠിപ്പിച്ചു. വല്ലഫ്ളു അൻ തുസല്ലാ, തറാവീഹിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വല്ലഫ്ളു അൻ തുസല്ലാ 8 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ട് കഴിഞ്ഞു. ഇതേ കിതാബിൽ തന്നെ വേറൊരു സ്ഥലത്ത് സബ്അത്തുൻ, ഖുത്ബക്ക് 7 ഷർത്തുകളുണ്ട്. ദുഖൂൽ വഖ്തി സ്വലാത്തി ഫലാ തുതഖദ്ദമു അലൈഹി വതഖദീമുൽ ഖുത്ബത്തൈനി അല സ്വലാത്തി, നിസ്കാരത്തിന് മുമ്പായിരിക്കണം എന്നുള്ളത്. വൽ ഖിയാമു ഫീഹിമാ മഅൽ ഖുദ്റത്തി വൽ ജുലൂസു ബൈനഹുമാ ബിഖദ്രി തുമഅനീനത്തിൻ. അത് കിതാബിൽ ഇല്ലാന്നാണ് പറയുന്നത്. ഓരോ എഴുതി വിട്ട് നമ്മൾ ഈ അതില്ലാന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ അടിച്ചു വിട്ടിട്ടാണ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞ ഫിഖ്ഹുൽ മുയസ്സർ എന്ന 8 എന്ന വാദത്തെ പ്രബലമാക്കുന്ന കമന്റ് ഇല്ലെന്ന് ചൂടോടെ അത്യന്വേഷികൾ അറിയും. എന്നിട്ട് MT ഉസ്താദാണ് അത്രേ ഇത് മൂപ്പർക്ക് കാണിച്ചു കൊടുത്തത്. അതാണ് എല്ലാവരും കാണിച്ചു തന്നില്ലേ. ഇതാ അൽ ഫിഖ്ഹുൽ മുയസ്സർ ഫിൽ ഇബാദാത്തി വൽ മുആമലാത്തി എന്ന കിതാബിന്റെ 1-ാം ഭാഗം 143-ാം പേജിലാണ്. വല്ലഫ്ളു അൻ തുസല്ലാ 8 റക്അത്തിൻ ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി. പിന്നെ അതിന്റെ ഹദീസുകളൊക്കെ തങ്ങൾ ഗണ്ഡിച്ച ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ അതിന്റെ ശേഷം പറയുന്നുണ്ട്. ഞാനിത് കൊടുക്കുന്നത് അതിനാണ് കിതാബ്, അതില്ലാന്ന് വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ വിചാരിച്ചിട്ട്. പിന്നെ വൽ ജുലൂസു ബി ഖദ്രി തുമഅനീന വതഹാറത്തു മിനൽ ഹദസി വൻ നജസി ഫിൽ ബദനി വസൗബി വൽ മകാനി വസതറുൽ അവറത്തി ബി ലിബാസിൻ താഹിരിൻ വറഫു സൗതി ബി ഐസു യുസ്മിഉ 40 മിമ്മൻ തന്നക്കതു ബിഹിൽ ജമാ. കഴിഞ്ഞു. നമുക്ക് അറബി അറിയാലോ. അറബി ഭാഷ ഖുത്ബയുടെ നിബന്ധനകളിൽ പറയുന്നില്ല. അറബി ഭാഷ എത്ര പ്രശ്നമുള്ളത്. ഈ തറാവി 8 ആണോ 20 ആണോ? അറബി ഭാഷ ഹിജറ 1000 വർഷം വരെ വെള്ളിയാഴ്ച ഖുതുബ അറബി ഭാഷയിൽ അല്ലാതെ ഓതിയിട്ടില്ല. ആ അറബി ഭാഷ പ്രധാനപ്പെട്ട ഒരു ഷർത്ത് അത് ഒഴിവാക്കി. ഇതാണ് കുട്ടികൾക്ക് സഹിലായ ഒരു കിതാബ് പറഞ്ഞില്ലേ. എനിക്കെങ്ങാനും ഒരു വിദ്യാഭ്യാസ സംവിധാനം രൂപകൽപ്പന ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പെട്ട ഒരു കിതാബാണത്. പിന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജിന് പോയ ആളുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സിയാറത്തുൽ ബഖീ വ ശുഹദ എന്ന മാതിരി ശുഹദാക്കളെയും ജന്നത്തുൽ ബഖീയിലൊക്കെ പോയി സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിശദീകരിച്ചതിന്റെ ശേഷം പറയാണ് വൽ യഹ്ദരിൽ ആഖിലു അൽ ഹരീസു അലാ ദീനിഹി. ദീനിന്റെ കാര്യങ്ങളും ശരിയായ നിരക്ക് മുറുകെ പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ബുദ്ധിജീവികൾ, ബുദ്ധിമാനികൾ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അനി സിയാറത്തി, എന്ത സിയാറത്തി, ഇങ്ങനെയുള്ള സിയാറത്തുകളൊക്കെ നടത്തുമ്പോൾ മിൻ ബിദഅി സിയാറത്തി, സിയാറത്തിൽ വന്നുകൂടുന്ന ബിദഅത്തുകളെ സൂക്ഷിച്ചു കൊള്ളട്ടെ. കസ്തിലാമിൽ ഖബരി, ഖബറിനെ തൊട്ട് ചുംബിക്കുക. വതക്ബീരിഹി, ഖബർ തന്നെ ചുംബിക്കുക. വതവാഫി ബിഹി, അതിന്റെ ചുറ്റുഭാഗത്ത് ചുറ്റുക. വസുആരി മൻ ബിഹി, ആ ഖബറിൽ കിടക്കുന്ന ആളോട് ചോദിക്കുക. അത് സൂക്ഷിക്കണം. ഖബറിൽ കിടക്കുന്ന ആളുകളോട് എന്തെങ്കിലും ചോദിക്കുന്നതിനോട് സൂക്ഷിക്കണം.
വസ്വലാത്തി ഇൻദഹു, അവിടെ വെച്ച് നിസ്കരിക്കുക. ലിഅന്നൽ മശ്റൂഅ ഇന്നമാ ഹുവ ദുആഉ വൽ ഇസ്തിഗ്ഫാറു ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് ശരീഅത്തിലുള്ളത്. അമ്മാ തലബുൽ ഹാജത്തി മിൻഹും, അവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്നത് വൽ ഇഖ്സാമി ബിഹിം അലല്ലാഹി തആല ഫഹുവ ളലാലും വബിദ്അത്തുൻ, അപ്പോൾ തവസ്സുൽ, ഇസ്തിഗാസത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബിദ്അത്തും ളലാലത്തുമാണ്. ബിത്തിഫാഖി അയിമ്മത്തുൽ മുസ്ലിമീൻ വലം യകുൻ അഹദുൻ മിനസ് സഹാബത്തി യഫ്അലു ദാലിക. ഞാനിപ്പോൾ അതിൻ്റെ മറുപടികളൊന്നും പറയാനുള്ള സമയമല്ല. ഇതിൽ പഠിപ്പിക്കുന്നത് വഫിയ കോളേജുകളിൽ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന കിതാബുകളുടെ ഒരു രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാഫി മദ്ഹബ് പ്രകാരം അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ, ചേർന്ന് പഠിക്കുന്ന കുട്ടികൾ, ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള കിതാബാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കിതാബ്, അതിൽ കർമ്മപരമായിട്ടും വിശ്വാസപരമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച വഞ്ചനകളാണ് പറയുന്നത്. ബിദ്അത്തും ളലാലത്തുമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു 2-3 ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളാണ് ബഹുമാനികളെ. ഇതൊക്കെ നമ്മളിങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ പലരും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ ഇതൊന്നും ഇതുവരെ പറയാഞ്ഞത്, ഇതുവരെ ഉണ്ടാഞ്ഞത്, ഇതുകൊണ്ട് വിശദീകരിക്കാത്തത്? ഒരു ഭാഗത്ത് അങ്ങനെ പറയാം, വേറൊരു ഭാഗത്ത് എന്തിനാ അതൊക്കെ മുണ്ടണത്, അതൊക്കെ മൂടി വെച്ചാൽ പോരെ എന്ന് വേറൊരു ഭാഗത്തും പറയാം. താമസം എന്താ വേണ്ടത്? മൂടി വെക്കാണോ വേണ്ടത്, വിശദീകരിക്കുകയാണോ വേണ്ടത്? വിശദീകരിക്കണം, വിശദീകരിക്കാതിരിക്കാൻ പറ്റൂല. പിന്നീടൊരു പ്രശ്നം ഉണ്ടായത്, ഇപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നീട്ടി ഇവിടെ മഹാന്മാരിവിടെ സംസാരിക്കാൻ നിൽക്കുക, ഞാൻ വളരെ വേഗം പെട്ടെന്ന് നിർത്തുകയാണ്. ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ പ്രചരണം നടത്തുന്നു എന്ന് സമസ്ത പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. എവിടെ പറഞ്ഞു, എവിടെ പ്രചരണം നടത്തിയെന്ന്? ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങനെ എത്ര ഉണ്ട് പറയാൻ, സമയമല്ല. പിന്നീട് സമസ്തയുമായി നേരിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായത്, ഒന്ന് ആ പെൺകുട്ടികളുടെ പ്രശ്നം. സമസ്തയിൽ ഒരുപാട് കത്തുകൾ വന്നു, പ്രധാനപ്പെട്ട കത്തുകൾ. എൻ്റെ പെൺകുട്ടി അനുയോജ്യമായ ഒരു വിവാഹം വന്നു, അപ്പം ഞാനത് നടത്തിക്കൊടുത്തു. പഠനത്തിന് മുടക്കമില്ലാത്ത നിരക്ക് വിവാഹം നടത്തിക്കൊടുത്തതിന് പേരിൽ ആ കുട്ടീനെ പുറത്താക്കി. ഇതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കി തരണം. ഇങ്ങനെ കത്തുകൾ ധാരാളം വന്നപ്പോൾ മുഷാവറയിൽ ചർച്ച ചെയ്തു. അങ്ങനെ ആ CIC-യോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പഠനം മുടങ്ങാത്ത നിരക്ക് കുട്ടികൾ, ഏതെങ്കിലും കുട്ടികൾ ആദർശികമായിട്ട് ഒരു 98% ഉണ്ടാവില്ല, 1-2% ഏതെങ്കിലും കുട്ടികൾക്ക് നല്ല അനുയോജ്യമായ വിവാഹം വരുമ്പോൾ, പ്രകൃതിപരമായിട്ട് ചില കുട്ടികൾക്ക് അത് ആവശ്യമായിട്ട് അനിവാര്യമായിട്ട് വരുമ്പോൾ നടത്തി കൊടുക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല. വിദ്യാഭ്യാസവും വിവാഹവും തമ്മിൽ കൂട്ടിക്കുഴക്കാൻ പാടില്ല. ഒരു വിവാഹം നടത്തിയതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കാൻ പാടില്ല എന്നാ സമസ്ത പറഞ്ഞത്. മുടക്കണം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ വഫിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മുഴുവനും CIC കല്യാണം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. എന്നാ പിന്നെ ആ പണിയേറ്റ് നടന്നാൽ മതിയല്ലോ. അത് പറഞ്ഞിട്ടില്ല സമസ്ത, അത് പറഞ്ഞിട്ടില്ല. സമസ്ത പറഞ്ഞത്, എൻ്റെ അടുത്ത് വന്ന 2 ആളുകൾ, ഹക്കീം വൈസി വേറൊരാളും വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് അത് ശരീഅത്തിന് വിരുദ്ധമാണ്. വിവാഹം മുടക്കുക, നിർബന്ധമായി മുടക്കുക എന്നത് അത് ശരീഅത്തിനും പ്രകൃതിക്കും വിരുദ്ധമാണ്, അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരൈറ്റ് അങ്ങനെ നടന്നോട്ടെ, നിങ്ങളെ ഫാദിലുണ്ടല്ലോ കെട്ടിച്ചു കൊടുക്കാൻ, ഇതിങ്ങനെ നടന്നോട്ടെ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് കുറേ എഴുത്തുകുത്തുകൾ സമസ്തയിൽ നിന്ന് അങ്ങോട്ടും അവരിങ്ങോട്ടും എഴുത്തുകുത്തുകൾ, ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ വെറുതെ പറയാം. നേരിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി സമസ്തയിൽ നിന്ന് ഒരു സമിതിനെ തിരഞ്ഞെടുത്തിട്ട് ചേളാരിക്ക് അവരോട് വരാൻ പറഞ്ഞു. അന്യോന്യം സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞത് എന്താ പറയുക, കിതാബിൻ്റെ ഇബാറത്ത് വെച്ചിട്ട് നമുക്കൊരു ഒന്ന് സംസാരിക്കണമെന്ന്. കിതാബിൻ്റെ ഇബാറത്തുകൾ വെച്ചിട്ട് സമസ്തൻ്റെ ആരിഫ്യങ്ങളുമായിട്ടൊരു മുനാദറ, ഒരു സംവാദം നടത്തിയിട്ട് ആരാണ് ജയിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള അവിടേക്ക് എത്തിയത്. വളരെ ശാന്തതയോടുകൂടെ തങ്ങൾ പറഞ്ഞു, ശരി എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ശേഷം അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. നമ്മളുടെ കുട്ടികൾ, അയാൾ പഠിപ്പിച്ച കുട്ടികളും നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളും അവർ തമ്മിൽ ഇബാറത്ത് വെച്ചിട്ട് സംസാരം നടന്നു. അത് അറിഞ്ഞിട്ടുണ്ടാവും. വാട്സപ്പിലൂടെ അവർ അന്യോന്യം ഒരു മുനാദറ നടത്തി. എന്താണ് അവസാനം സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നേതാക്കൾക്ക് ഒരു ആവശ്യം വന്നില്ല. നേതാക്കൾക്ക് പിന്നെ അവരെ വിളിച്ച് ഇബാറത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അവസാനം അതിൻ്റെ ശേഷം ഒരു സംഭവം ഉണ്ടായി. ഭയങ്കര ശല്യമുള്ള സമസ്തനെ കൊണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം, അള്ളാഹു ആയാലും, ഒരു ജനറൽ ബോഡിയിൽ വെച്ച് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്തനെ പുറത്താക്കിയെന്നാണ് ഞാൻ പറയൽ. നിങ്ങളുടെ ഭാഷയിൽ പലതും പറയാം.
സമസ്തനെ പുറത്താക്കല്ലാതെ ഇനി ശരിയാവൂല. ആ പുറത്താക്കിയതിൻ്റെ രീതി അതിൻ്റെ ഭരണഘടനയിൽ CIC-യുടെ ഭരണഘടനയിൽ സമസ്തൻ്റെ തണലിലാണ് CIC വളർന്നതെന്ന് വെറുതെ ഒന്നുമല്ല പറയണത്. അത് ചേളായിന്ന് കുറച്ച് ഭക്ഷണം അവിടെ അരിച്ചാക്ക് കൊണ്ടുപോയിട്ടതിൻ്റെ പേരിലല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നിഴലിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കളുടെ പേരാണ് പരസ്യങ്ങളിൽ കൊടുക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് ആണെന്നാണ് പരസ്യത്തിൽ കൊടുക്കുന്നത്. ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വീക്ഷണവും ഉപദേശ നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് മതഭൗതിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുക എന്നാണുള്ളത്. അപ്പൊ സമസ്തയുടെ വീക്ഷണം അംഗീകരിക്കും, സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. അന്നേരൊക്കെ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കൂലേ? ആ ഒരു ഖണ്ഡിക അത് പാടേണ്ട് എടുത്തു കളഞ്ഞു. ഇനി സമസ്തന്റെ വീക്ഷണവും വേണ്ട, സമസ്തന്റെ ഉപദേശവും വേണ്ട, സമസ്തന്റെ നിർദ്ദേശവും വേണ്ട, ആ നിരക്കുള്ളൊരു സമീപനം. അപ്പോ പ്രശ്നം ഒന്നും കൂടി രൂക്ഷമായി. സമസ്തനെ പുറത്താക്കി. ഇതിന് വേറെന്താ ഭാഷ ഞങ്ങൾ പറഞ്ഞ പോലെ സമസ്തനെ പുറത്താക്കി. അപ്പോൾ പറയും സമസ്തന്റെ മുഷാവറ മെമ്പർമാരിന് ഏതെങ്കിലും ഒരാൾ നോക്കുക, സമസ്ത എന്നുള്ള വാക്ക് കയ്യിലുണ്ടല്ലോ, അതൊക്കെ ശരിയാണ്. ഭാഗികമായി പുറത്താക്കി നോക്കുന്നാല് ബിൽകുലിയത്ത് കൊണ്ട് പുറത്താക്കിയിട്ടില്ലെങ്കിലും ഭാഗികമായി സമസ്തൻ എന്ത് ചെയ്തു? അതിന്റെ ഖാതരായ ഭാഗത്തിൽ നിന്ന് സമസ്തനെ അങ്ങോട്ട് പുറത്താക്കി. അപ്പോൾ നമ്മൾ ക്ഷമിച്ചു. എന്തിനാ സമസ്തനെ പുറത്ത്? അപ്പം നമ്മൾക്ക് മര്യാദക്ക് നമ്മൾ പറഞ്ഞു, ഈ CIC ഞങ്ങൾക്കൊരു ബന്ധമില്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് CIC-യുമായി ഒരു ബന്ധമില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ ഇടപെട്ടു. തങ്ങൾ ഇടപെടുമല്ലോ, തങ്ങളതിൻ്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് അല്ലെങ്കിൽ തന്നെ ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പാണക്കാട് സാദാത്തുക്കൾ ഇടപെടുക സ്വാഭാവികമാണ്. തങ്ങളതിൽ ഇടപെട്ടു, അന്യോന്യം സംസാരിച്ചു, അവസാനം പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? അത് ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇനി ഇടപെടൂല, ശിക്ഷാ നടപടികളൊന്നും പീഡനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വിവാഹം നടന്നതിൻ്റെ പേരിൽ ഒരു കുട്ടീനെ പുറത്താക്കുക, ടീച്ചർമാർ പറയാണ് നിന്നോട് കടത്തൂല, നിന്നോട് വരാൻ പാടില്ല, ഭയങ്കര മാനസിക പീഡനങ്ങളാണ്. അതിനി ഉണ്ടാവില്ല. ഒന്ന്, സമസ്തന്റെ ആ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗം അത് വീണ്ടും ചേർത്തോളാം എന്ന് ഹക്കീം ഫൈസിയോട് സംസാരിച്ചതിൻ്റെ ശേഷം ഒരു കുറിപ്പ് തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ആരിക്കുട്ടി മുസ്ലിയാർ, തങ്ങൾ, ഞങ്ങളൊക്കെ മാസം ഞങ്ങളൊക്കെ പാടെ കൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പോൾ തങ്ങളെടുത്തൊരു കുറിപ്പുണ്ട്. അത് ഹക്കീം ഫൈസിയോട് സംസാരിച്ച് അംഗീകാരം വാങ്ങിയ കുറിപ്പാണ്. ഹക്കീം ഫൈസിക്കെതിരായിട്ട് തങ്ങളൊരു തീരുമാനം എടുത്തതല്ല. അതിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇനി ഉണ്ടാവില്ല, CIC-യുടെ ഭാഗത്ത് നിന്ന് ഭരണഘടനയിൽ അത് ചേർക്കുകയും ചെയ്യാണ്. അപ്പോൾ സമസ്ത എന്ത് ചെയ്തു? അത് പിൻവലിച്ചു. CIC-യുമായി ബന്ധമല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല നിരക്ക് പോകാമെന്നുള്ള നിരക്ക്. അതിനെ സംബന്ധിച്ച് തൃശ്ശൂരടുത്ത് ചാമക്കാല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാഫി കോളേജിൻ്റെ വാർഷികത്തിൽ ഹക്കീം ഫൈസി പ്രസംഗിച്ചപ്പോൾ വീണ്ടും ചില എതിർപ്പുകളും സൂചനകളൊക്കെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അവിടെ നമ്മുടെ 2-3 പ്രവർത്തകർ, പ്രധാനികൾ, ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങൾ, കോഴിക്കോട് ഖാദി, അതേ പ്രകാരം തന്നെ നമ്മളെ സലാം ബാക്കവി, അതേപ്രകാരം ഓണംപള്ളി മുഹമ്മദ് ഫൈദ്, ഇവരൊക്കെ ചോദിച്ചു അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇപ്പോൾ പ്രശ്നമൊക്കെ തീർന്നില്ലേ, ഇനി എന്തിനാ അങ്ങനെയൊക്കെ പ്രസംഗിക്കണത്? എവിടെ പ്രശ്നം തീർന്നു? തങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം തങ്ങളുടെ അധ്യക്ഷയിൽ എടുത്തിട്ടില്ലേ? അതൊക്കെ ഞങ്ങൾ ഫീസറിൽ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ അവർ ആലങ്കാരിക പ്രയോഗമാണ്, അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അത് സെനറ്റ് കൂടിയതിൻ്റെ ശേഷമേ തീരുമാനം, സെനറ്റ് കൂടണം. അപ്പം സമസ്ത തീരുമാനിച്ചാലും പാണക്കാട് തീരുമാനിച്ചാലും ആര് തീരുമാനിച്ചാലും ശരി, സെനറ്റ് കൂടണം. CIC-യുടെ ജനറൽ ബോഡി കൂടിയിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് നടപ്പാവുള്ളൂ. ആയിക്കോട്ടെ, നിയമല്ലേ, ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമല്ലേ. സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി ആകുമ്പോൾ ആ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരം അതിൻ്റെ ജനറൽ ബോഡിക്ക് തന്നെയാണ്. നിയമം അങ്ങനെ തന്നെയാണ്. മുറാത്തുൽ ആദാബി ഔലാമിൽ ഹക്കാം എന്നുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഉസൂല്. നിയമം മാത്രമല്ല നോക്കേണ്ടത്, അദബും കൂടി നോക്കണമെന്ന് ഉണ്ടേ. അപ്പം അത് സെനറ്റ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ല, അള്ളാഹു കൊടുത്തല്ല. അപ്പം ഈ നിലയിലുള്ള അങ്ങനെയാണ് അത് കലാശിച്ചത്. അങ്ങനെ പിന്നെ എന്നെ കേട്ടില്ല. ഇനി എന്താ കേൾക്കാനുള്ളത്? ഇതിനൊക്കെ ഇനി കേൾക്കണോ? ഈ ഫിഖുൽ മുയസ്സറിലൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരാളെ കേൾക്കേണ്ട ആവശ്യമുണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറയാൻ. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഇനി വേറൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും പറഞ്ഞ് ഞാൻ ആ ചർച്ച നിർത്താം. സമസ്തനായിട്ടുള്ള മറ്റേ നേരത്തെ വിട്ടു പോയൊരു കാര്യമാണ്. ഞാനൊരു വാഫി കോളേജിൽ പോയി, എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, വേണ്ടി വന്നാൽ പറയും ചെയ്യാം. അവിടെ പ്രിൻസിപ്പാളുടെ റൂമിൽ പോയി. അപ്പം ഇങ്ങനെ 6 റിസാലുകൾ ഇരിക്കുന്നുണ്ട്. അൽ ഇമാമു അബു ഹനീഫ, അൽ ഇമാമു മാലിക്,
അൽ ഇമാം ഷാഫി, അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അതിൻ്റെ താഴെ 2 വേറെ, അൽ ഇമാം ഇബ്നു തൈമിയ, അൽ ഇമാം ഇബ്നുൽ ജൗസി. മൂപ്പരിങ്ങനെ 6 കൂടി ഒരേ ഗ്രേഡിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ വലിയ ഇമാമായിട്ടാണ് ഇബ്നു തൈമിയ അൽ മുജദ്ദിദ്. ഇബ്നു തൈമിയും അതേ പ്രകാരം തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 2 മുജദ്ദിദാണെന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. ആ കാലഘട്ടത്തിലെ 2 മുജദ്ദിദുകളാണ്, ഏറ്റവും വലിയ മതപരിഷ്കർത്താക്കളാണ് അവർ എന്നാണ് പറയുന്നത്. ആരാണ് ഇബ്നു തൈമിയ എന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളൊക്കെ അമ്പിയാക്കൾ മഅ്സൂമിങ്ങളാണ്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവരൊക്കെ പറയുന്നത് എന്താണ്? എല്ലാ നബിമാരും വൻദോഷത്തിനെ തൊട്ടും ചെറുദോഷത്തിനെ തൊട്ടും അറിഞ്ഞും അറിയാതെയും നബുവത്തിന്റെ ശേഷവും അതിൻ്റെ മുമ്പും ഒരു ദോഷവും അവർ സംഭവിക്കില്ല. അവർ മഅ്സൂമിങ്ങളാണ്, സുരക്ഷിതരാണ്. അല്ലാഹു തആല സുരക്ഷിതത്വം നൽകിയിട്ടുള്ളവരാണ് അവർ. ഇതല്ലേ നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് പറയുന്നത്. പക്ഷേ ഈ ഇബ്നു തൈമിയന്റെ തഫ്സീറുണ്ട്, ആകെ ഒരു റാസിന്റെ 1-2 ജുസുവിന്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിങ്ങോട്ട് അച്ചടിക്കാരിങ്ങനെ അങ്ങനെ കുറേ ജുസുക്കളാക്കിയിട്ട് അതിന് നമ്മൾ സാധാരണ തഫ്സീർ, ആ തഫ്സീർ കബീർ എന്ന് പറഞ്ഞാൽ ഇമാം റാസി തങ്ങളുടെ തഫ്സീറാ. ഇപ്പോൾ ആ തഫ്സീർ കബീർ എന്ന് പറഞ്ഞാൽ അവരെടുക്കല് ഇബ്നു തൈമിയന്റെ തഫ്സീറാ. ആ തഫ്സീർ കബീർ ഇബ്നു തൈമിയ, ലിൽ ഇമാം ഇബ്നു തൈമിയ, അങ്ങനെ പറയാം, ലിൽ ഇമാമി ഇബ്നു തൈമിയ. അതിൻ്റെ ഒരൊറ്റ സേബിൾ മാത്രം പറയാം. സൂറത്തു തൗബയുടെ തഫ്സീറിൽ തൗബത്തുൽ അംബിയ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ആ തൗബത്തുൽ അംബിയ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അമ്പിയാക്കൾ പാപം ചെയ്യണം എന്നാണ് പറയുന്നത്. അമ്പിയാക്കൾ പാപം ചെയ്തിട്ട് അവർ തൗബ ചെയ്യണം, എന്നാൽ പാപം ചെയ്യുന്നതിന്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ ദർജ അവർക്ക് കിട്ടും. അതുകൊണ്ട് ആ ദർജ കിട്ടാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി അവർ പാപം ചെയ്യണമെന്ന്. എത്രത്തോളം ഇതിന്റെ 4-ാം വാർഡിൽ തഫ്സീറുൽ കബീറിൽ ഇമാമിൽ അല്ലാമ തഖീദ് ഇബ്നു തൈമിയ ഇതിൽ പറയുന്നത്, നീണ്ട് വായിക്കാനുണ്ട്, അർത്ഥം വെക്കാൻ ഞാൻ ചുരുക്കുകയാണ്. വബി ഹാദിഹിൽ മഗ്ഫിറത്തി, തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് പടച്ച തമ്പുരാൻ മഗ്ഫിറത്ത് നൽകിയത് കൊണ്ടാണ് നാല ശഫാഅത യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്ന ഷഫാഅത്തിന് അവകാശം ലഭിച്ചത്, അർഹത ഉണ്ടായത് തെറ്റ് ചെയ്തത് കൊണ്ടാണ്. എങ്ങനെയുണ്ട്? പക്ഷെ തെറ്റ് ചെയ്താൽ അതിമലിങ്ങനെ എന്നും ആ തെറ്റോടുകൂടെ നിൽക്കൂല, വേഗം തൗബ ചെയ്യും. അപ്പൊ തെറ്റ് ചെയ്ത് തൗബ ചെയ്താൽ അള്ളാഹു മുമ്പുള്ളതിനേക്കാൾ വലിയ ദർജ കൊടുക്കും. അപ്പൊ ഏറ്റവും വലിയ ദർജ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകണമെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത ആളാവണം, എന്നിട്ട് ഏറ്റവും കൂടുതൽ തൗബ ചെയ്ത ആളാവണം. അപ്പൊ ഏറ്റവും വലിയ ദർജ കിട്ടും. അതുകൊണ്ടാണ് ഷഫാഅത്തിന് അർഹനായത്. ഇതാണ് ഇപ്പൊ ഇബ്നു തൈമിയ പറയുന്നത്. അതാണ് അൽ ഇമാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിങ്ങാണ്ട് കുട്ടികളൊക്കെ ഇമാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു കോളേജിൽ കണ്ടതാണ്. അപ്പോ പിന്നീട് ഞാൻ നിർത്തുകയാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതിൽ നിന്ന് അബ്ദുൽ ഹക്കീം ഫൈദിയുടെ കൂടെ നിന്ന് വാഫി കോളേജിൽ അവിടെ കാളികാവില് കൂടെ മുദരിസായി നിന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മൊഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ, മൊഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഉദാഹരണം മാത്രം വായിക്കാം, 2-3 കത്തുകൾ വായിക്കാം. ബഹുമാനപ്പെട്ട സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് എഴുതി തന്നിട്ടുള്ളത്. അറിയേണ്ടുന്നതിന് സയ്യിദ് മൊഈനുദ്ദീൻ ജിഫ്രി ചേറൂർ ഫോൺ നമ്പറൊക്കെ ഉണ്ട് അറിയിക്കുന്നത്. ബഹുമാന്യരെ, ഞാൻ 2021 കാളികാവ് വാഫി PG ക്യാമ്പസിൽ മുദരിസായിരുന്നു. സ്ഥാപനത്തിന്റെ മേൽനോട്ടക്കാരൻ, CIC-യുടെ കോർഡിനേറ്റർ, ക്യാമ്പസിലെ മുദരിസ് എന്നീ നിലകളിലെല്ലാം ഹക്കീം ഫൈദിയുടെ സാന്നിധ്യം അവിടെ മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു. കുട്ടികളുമായും ഉസ്താദന്മാരുമായും അദ്ദേഹം നിരന്തരം സംവാദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അതിനിടയിൽ ക്യാമ്പസ് മസ്ജിദിൽ വെച്ച് നടന്ന ഒരു അസംബ്ലിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി: അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക, അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ ഇവിടെ വരികയാണെന്ന് വിചാരിക്കുക, എങ്കിൽ ഡാഷിന്റെ പ്രസിഡന്റാണോ ലീഗിന്റെ പ്രസിഡന്റാണോ ആവുക? ചോദ്യത്തിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നു ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കും ആവുക. ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാ? സമസ്ത എന്ന് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, മറ്റുള്ള എല്ലാ സംഘടനകളെന്ന് പറഞ്ഞാലും അതിൽ സമസ്ത വിടുമല്ലോ. അപ്പോ എൻ്റെ അവസരത്തിൽ ഞാൻ അതിനെ തിരുത്തി. തങ്ങൾ പറയാണ്, മൊയ്നുദ്ദീൻ തങ്ങൾ പറയാണ്, ജിഫ്രി തങ്ങൾ പറയാണ്, ഞാൻ അതിനെ തിരുത്തി. നബി തിരുമേനി ഒന്നിൻ്റെയും പ്രസിഡന്റ് ആവുകയില്ല, എല്ലാം പിരിച്ചുവിട്ട് മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കും എന്ന് പറഞ്ഞു.
തങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞതിന് എന്താണ് തെളിവ് എന്ന് ഒരു ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പൊ കാനന്നാസു ഉമ്മത്തൻ വാഹിദ എന്ന് പറയുന്ന ആയത്ത് ഓതി തഫ്സീർ സഹിതം പഠിക്കാൻ ഞാൻ പറഞ്ഞു. കുട്ടികൾ കരഘോഷം മുഴക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഹക്കീം ഫൈദി എഴുന്നേറ്റ് നിന്നു. നാം മാന്യത കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ ഒരു ലീഗ് ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക. നബി തങ്ങൾ വന്നാൽ പുതിയ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കും. എന്നിട്ട് തങ്ങൾ അതിന്റെ പ്രസിഡന്റ് ആവും. നബി തങ്ങൾ അതിന്റെ പ്രസിഡന്റ് ആവും. എന്തൊരു പോയത്താണത്. ആ പറയുന്നത് തന്നെ ഒരു വർത്താനാണെന്നിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നാൽ ഒരു നിമിഷ നേരം നബി തങ്ങളെ ഈമാനോടുകൂടെ ഒരാൾ കണ്ടാവും സഹാബിയായി. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായി സഹാബികളായി അവരെങ്ങനെയാണ് ഇപ്പൊ കാണാൻ വളരെ സൗകര്യമുള്ളൂ. പണ്ട് കാലത്ത് അവിടെ പോയി കാണാം. അപ്പൊ ഈ കൂടി ഇങ്ങനെ കാണാൻ ലോകത്ത് മുഴുവനുള്ള ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. സഹാബിയാകാൻ എളുപ്പമുണ്ട്. പിന്നെ അവിടെ ഭിന്നിപ്പുണ്ടാക്കോ ഒരു മുസ്ലിം ലീഗ്, ഒരു സമസ്ത, പിന്നെ ഏതെല്ലാം പാർട്ടികളുണ്ട് മുസ്ലിം, അങ്ങനെ കുറെ പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് ഒന്നിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുക. എന്താ ഈ പറയണത്? എന്നിട്ടോ പ്രസിഡന്റ് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മൂപ്പര് തന്നെ പറയണത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി ആകുമ്പോൾ അതിന്റെ പ്രസിഡന്റിന് ഒരു അധികാരമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് സെനറ്റ് കൂടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആകാശത്ത് ഒരു വഹി വന്നു, അല്ലെങ്കിൽ ഇൻഹുഇല്ലാ വഹി യൂഹാനാണല്ലോ. എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുകയാണെങ്കിൽ അപ്പൊ അനുയായികളൊക്കെ പറയും അതിപ്പോ അംഗീകരിക്കാനായിട്ടില്ല, അത് സെനറ്റ് കൂടണം. മുസ്ലിം ലീഗിന്റെ സെനറ്റ് കൂടി ജനറൽ ബോഡി കൂടി തീരുമാനിച്ചെങ്കിലേ പ്രസിഡന്റിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് അവസ്ഥ. അതാ തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. രണ്ടാമത്തെ ഒരു കത്ത് തങ്ങൾ പറയാണ്, മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ, ഞാൻ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കോളൂ. ഞാൻ അങ്ങനെ ഈ തെളിവില്ലാത്തൊന്നും പറയുന്ന പണിയില്ല. എഴുതി ഒപ്പിട്ട് വാങ്ങി. മദ്ഹബുകൾ 4 ഒന്നിൽ ഒതുങ്ങുന്നില്ലെന്നും, ശ്രദ്ധിക്കണം, മദ്ഹബുകൾ 4 ഒന്നിൽ ഒതുങ്ങുന്നില്ലെന്നും മറ്റു പല മദ്ഹബുകളും സ്വീകരിക്കുന്നതിന് തെറ്റൊന്നുമില്ലെന്നും ഇജ്തിഹാദിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലെന്നും ഹക്കീം ഫൈദി ഇടയ്ക്കിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 4 മദ്ഹബുകൾക്ക് പ്രത്യേകമായോ സുന്നികൾക്ക് പ്രത്യേകമായോ ഉസൂലൊന്നുമില്ലെന്നും ഉസൂൽ എല്ലാവരുടേതും ഒന്ന് തന്നെയാണെന്നും ഹക്കീം ഫൈദി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്തു ഉദനായ എന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? സയ്യിദ് മൊയ്നുദ്ദീൻ ജിഫ്രി തങ്ങളൊപ്പ്. എന്താ എഴുതി ഒപ്പിട്ട് തന്നത്? ആദ്യം ഞാൻ വായിച്ചതാ എഴുതി ഒപ്പിട്ട് തന്നത്. പിന്നൊരു കത്ത്, ബഹുമാനപ്പെട്ട സമസ്ത മാന്യരെ 2020-21 വർഷങ്ങളിൽ ഞാൻ കാളികാവ് വാഫി PG ക്യാമ്പസിൽ മുദരിസായിരിക്കെ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹക്കീം ഫൈദി ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി: ഇപ്പോഴത്തെ സമസ്ത പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കും, സമസ്തയെ നമ്മൾ കൊണ്ടുപോകും. എനിക്ക് കാരണം പറയുന്നുണ്ട്. പ്രസിഡന്റ് നമ്മുടെ CIC-ക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. അയാൾക്ക് 0 വില മാത്രമേ ഉള്ളൂ. അയാൾ പറഞ്ഞതാണ്. പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ, അതിനുള്ള ആസൂത്രണമാണ് പറയുന്നത്. പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്യാനുള്ള ക്യാമ്പയിനുമായി വാഫി വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണമെന്ന് ധരിപ്പിച്ചുകൊണ്ടും അതിനുള്ള പ്രതിജ്ഞകൾ ഓരോരുത്തരും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസാരിക്കുകയുണ്ടായി. സമസ്തക്ക് ഇതിൽ ഒന്നും ചെയ്യണില്ല എന്നാണ് പറയുന്നത്. വാഫികൾ പ്രതിജ്ഞ എടുക്കണം, അവിടുത്തെ പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം, സമസ്തനെ പൊളിക്കാൻ, പ്രസിഡന്റിനെ പുറത്താക്കാൻ, എന്നിട്ട് സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഡീനിനോടും വൈസ് ഡീനിനോടും ഇക്കാര്യത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു. അത് തങ്ങൾ പറയണം. അപ്പൊ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആ ക്യാമ്പയിന് പിന്തുണ കൊടുക്കുകയില്ലെന്നും അത് ഷെയ്ഖിന്റെ, അതായത് ഹക്കീം ഫൈസിയുടെ തീരുമാനവും പ്രവർത്തനവും മാത്രമായി കണ്ടാൽ മതി എന്നും വൈസ് ഡീൻ മറുപടി പറഞ്ഞു എന്ന് സയ്യിദ് മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ ഒപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സമസ്തനായിട്ടുള്ള സമീപനം, സമസ്തക്കെതിരെയുള്ള പ്രചരണം. ഇപ്പോൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? വ്യാജ ഐഡി ഉണ്ടാക്കി എന്തൊക്കെ എഴുതി വിടുന്നത് ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുക.
ഹക്കീം വൈസിനോട് പറഞ്ഞു നല്ല നിലക്ക് ഞങ്ങൾക്ക് ഇതായിട്ടൊരു ബന്ധമല്ല, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് പകരം ഒരു കത്ത്, ആ കത്തിൽ അങ്ങനെ പറയാൻ പറ്റൂല, എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ചില കത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അതും കൂട്ടി പറയാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പോൾ ഈ കത്തിൽ സമസ്ത നേതാക്കളെയും മാത്രം ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതെന്ന് പറയുന്നതിന് പകരം സമസ്തയെയും നേതാക്കളെയും CIC-യെയും പ്രവർത്തകരെയും കണ്ടോ കണ്ടുകൂടി കൂട്ടി പറയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നതും വന്നതുമായ മുഖമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഇടപെടലുകളും അസത്യ പ്രസ്താവനകളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണം. അവയുമായി CIC-ക്ക് യാതൊരു ബന്ധവുമില്ല. അവയുമായി എന്നാൽ സമസ്തനെ മാത്രം പറയാൻ തയ്യാറില്ല, രണ്ടും കൂടി എന്ന് CIC-യുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ സൗകര്യം പരിഗണിച്ച് കൂടി ആലോചിച്ച് നിശ്ചയിക്കുന്ന ദിവസം CIC അധികൃതരും സമസ്ത നേതാക്കളും കൂടിയിരുന്ന് തീരുമാനിക്കുക എന്ന നിർദ്ദേശം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ വായിച്ചിട്ടാന്ന് വരേണ്ട, കുറച്ച് ഭാഗം വായിച്ചെന്ന് വേണ്ടായിട്ടാണ് മുഴുവൻ വായിച്ചത്. ഞാനതൊന്നും വിശദീകരിക്കണില്ല, അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾക്കെതിരായി സമസ്തക്കെതിരായി പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് ഒരുപാട് ഇടപെടലുകൾ അന്യോന്യം നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഫലം കാണാതെ വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ ശേഷം ഇനി ഒരു രക്ഷാമാർഗമായി ഈ വ്യക്തിയെ തൽക്കാലം സംഘടനയുടെ പേര് പറഞ്ഞതൊന്നും ചെയ്യേണ്ട, സമസ്തൻ്റെ പേര് പറഞ്ഞതൊന്നും ചെയ്യേണ്ട എന്ന നിലക്ക് സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സമസ്ത മുഷാവറ തീരുമാനിച്ചു. അത് പത്രത്തിലൂടെ ജനങ്ങൾ അറിയിച്ചു. അതിൻ്റെ വിശദീകരണങ്ങൾ അത് വിശദീകരിക്കാതെ പോയതായിരുന്നു. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് മാത്രമാണ് പ്രശ്നം. യാതൊരു നിലക്കും വാഫിയ എന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ ആ സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലക്ക് സമസ്ത ഇന്ന് വരെ അതിനെ എതിർത്തിട്ടില്ല. അതിനെ വേണ്ട വിധത്തിൽ അതിനെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളൊക്കെ ഒഴിവാക്കി സമസ്തയുടെ വീക്ഷണം അനുസരിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് അതിനെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷേ ഈ നിലക്ക് പോകാൻ സമ്മതിക്കൂല. ഈ നിലക്ക് പോയാൽ സമൂഹം ആകെ നാശമാവും. നേരത്തെ പറഞ്ഞ ഇമാമുമാരുണ്ടല്ലോ, അങ്ങനത്തെ ഇമാമുമാരെ വാർത്തെടുക്കുന്ന രീതി അതിപ്പോൾ നമ്മൾക്ക് വേണ്ട. അതൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാലുള്ളതാണ്, അതിലേക്ക് പ്രവേശിക്കണില്ല. അതേ പ്രകാരം തന്നെ ഹക്കീം ഫൈസി എന്ന ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് സമസ്തയിൽ ആർക്കും, ഞാനടക്കം എൻ്റെ കാര്യം ഞാൻ തുറന്നു പറയണം, വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല. അയാൾക്ക് എത്ര പുരോഗതി, എത്ര ഉയർച്ച, എത്ര വളർച്ച ഉണ്ടാവണം അതിലങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഈ വിദഅത്ത് വലാലത്തിൻ്റെ ഈ നീക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല നമ്മൾക്ക്. ഇത്തരം മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത ഒരവസരത്തിലും ഒരു ക്ഷീണവും അനുഭവിക്കാതെ നാൾക്ക് നാൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അത് ഉയർന്നുകൊണ്ടിരിക്കണം എന്നതാണ് സത്യവിശ്വാസികൾ ആഗ്രഹിക്കുന്നത്, സത്യവിശ്വാസികൾ ആഗ്രഹിക്കേണ്ടുന്നത്. കാരണം പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സരണിയിൽ അധിഷ്ഠിതമായ ഒരു മഹത്തായ തത്വമാണ്. ആ തത്വം നിലനിന്നെങ്കിൽ മാത്രമേ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ യുക്തിഭദ്രതയും അതിന്റെ സത്യസന്ധതയും ബോധ്യപ്പെട്ട് വിശ്വസിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ആ രൂപത്തിലുള്ള വിശ്വാസവും കർമ്മങ്ങളുമാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വളരെ കൃത്യമായ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെ ഉണ്ടായിരിക്കേണ്ടുന്നത് നിർബന്ധമാണ് എന്ന് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ വിശ്വാസപരമായി അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം മഹാനായ MT ഉസ്താദ് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി.
ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫയുടെ 1-ാമത്തെ ജുസ്ഇലെ മുഖദ്ദിമയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നിടത്ത് അവരുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ മഅസൂമുൻ എന്ന വിശേഷണം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം വലോ സഹുവൻ വലോ സഗീറൻ ഖബല നുബുവ്വതി എന്നുകൂടി പറഞ്ഞതിന് ശേഷം ആ ചർച്ചയുടെ അവസാനം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വളരെ ആധികാരികതയോടുകൂടി കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വവഖഅ ഫീ ബഅദ് കുതുബി തവാരീഖ് വത്തഫ്സീർ മാ യുനാഫി മാ ദക്കർനാഹു മിന അശ്ശുറൂത്ത് ഫഹുവ തഖവ്വുലുൻ ലാ അസ്ല ലഹു ഫവജബ ഇഅ്തിഖാദു ഖിലാഫിഹി എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇബ്നു തൈമിയുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തെറ്റ് ചെയ്യും, അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും എന്നിത്യാദി ജൽപ്പനങ്ങൾ വായിക്കുന്നതായിട്ട് നിങ്ങൾ കാണുകയുണ്ടായി. ഇത്തരം ജൽപ്പനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞ ആ ഒരു വിശ്വാസമാണ് ബഹുമാനപ്പെട്ട അഹ്ലി സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിന് മാത്രമേ അതിന്റെ യുക്തിബദ്ധതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം ദീൻ ഇവിടെ നിലനിൽക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്ത സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളുമാണ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന 10,601 മദ്രസയാണ് ഇന്ന് കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിലൂടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ട് വായിക്കപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് അറബി കോളേജുകൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഈ വിശ്വാസ ആശയ ആദർശങ്ങളാണ് പഠിപ്പിക്കുന്നത്, അഥവാ അതാണ് പഠിപ്പിക്കേണ്ടുന്നത് എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അതിന്റെ യഥാർത്ഥമായ ആചാരങ്ങളും ഇവിടെ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. ആ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ 96 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഒരുപാട് ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ വെല്ലുവിളികളെല്ലാം തന്നെ മുളച്ചു കാണുന്നത് അവരെല്ലാം തന്നെ ഒരു വേള സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ലാഭത്തിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഈ വികൃതമായ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ആവശ്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയോടും ആവശ്യത്തിന് വേണ്ടി മുജാഹിദുകളോടും ബിദ്അത്തുകാരോടും വേദി പങ്കിടുകയും ആ വേദി പങ്കിട്ടത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറയാൻ വേണ്ടി പ്രവർത്തകരെ അറിയിക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സമസ്ത വിരോധികൾ ചിലപ്പോഴും ഇവിടെ പയറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമസ്തയുടെ വിരോധികൾ, സമസ്തയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും, സുന്നത്ത് ജമാഅത്തിന്റേതായ പ്രവർത്തകരാണെന്നും പ്രബോധകനാണെന്നും പറയുന്നുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിൽ നിന്ന് മാറി ബിദ്അത്തുകാരോടൊപ്പം കൂട്ടുകൂടുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഇവിടെ പ്രകടമായിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ വന്നിരിക്കുന്ന വഫിയ സിലബസിൽ ഉണ്ടായിരുന്ന വീഴ്ചകളെ സംബന്ധിച്ച് പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ തൽക്കാലം അത് ഞാൻ മാറ്റിവെക്കാം, പക്ഷേ എന്റെ മനസ്സാക്ഷി അതിനെതിരാണ്. ആ മനസ്സാക്ഷി എപ്പോഴും ഞാൻ പറയുന്ന ഈ ബിദ്അത്തിന്റെ വാദത്തിനോടൊപ്പമാണെന്ന് പറയാൻ, നിർലജ്ജം പറയാൻ മുന്നോട്ട് വന്നത് എത്രമാത്രം അപകടകരമായ കാര്യമാണെന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനോട് എതിർ പ്രകടിപ്പിക്കുന്ന ഈ പ്രവണത വെച്ചു പുലർത്താൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിലൂടെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കണിശമായും സുന്നത്ത് ജമാഅത്തിനോട് തൊട്ടുകളിക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ ആരെയും ബഹുമാനപ്പെട്ട സമസ്ത അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉച്ചയിസ്തരം ഉദ്ഘോഷിക്കുകയാണ്. സമസ്ത ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉത്ഭവിച്ചത് തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികാരുടെ കടന്നുകയറ്റത്തിന് തടയിടാൻ വേണ്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യകാലങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല പ്രവർത്തനം ഉണ്ടാക്കിയിരുന്നത്, മറിച്ച് ഓരോ പ്രദേശങ്ങളിലും വാർഷിക യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ മറ്റ് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട സമസ്ത ആദ്യകാലങ്ങളിലെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ വിശ്വാസ ആചാര കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുന്ന പ്രബോധകർ ഇവിടെ ഉണ്ടാവണം, സുന്നത്ത് ജമാഅത്തിനെ നാടുനീളെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവണം
എന്നുദ്ദേശിച്ചുകൊണ്ട് ജാമിഅ നൂരിയ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ്, ജാമിഅ നൂരിയ എന്ന ആ വഴിയിൽ വളരെ ഉയർച്ചയിലെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ജാമിഅ നൂരിയെ എല്ലാവിധത്തിലും സഹായിച്ചും നേതൃത്വം നൽകിയും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ രംഗത്ത് വളരെ സജീവമായി. അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിലൂടെ ഇവിടെ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ദാറുൽ ഹുദ മുന്നോട്ട് വന്നപ്പോൾ ദാറുൽ ഹുദയെയും എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട സമസ്ത സഹായിക്കുകയും നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തു. വഫിയും ഞങ്ങൾ സമസ്തയോടൊപ്പമാണ്. പക്ഷേ ഇപ്പം പറയുന്ന കട്ട സമസ്തയാണ്. എന്താണ് സമസ്തനെ കട്ടുന്നോ? ഏതായാലും നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് സമസ്തയുടെ നിർദ്ദേശവും സമസ്ത പരിശോധിച്ച് അംഗീകരിച്ചിരിക്കുന്ന സിലബസ് ആണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഉള്ളിലൂടെ ബിദ്അത്ത് കടത്തിക്കൂട്ടുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ചിലതെല്ലാം ചില വിഷയങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ പഠിപ്പിക്കുന്ന വാചകങ്ങളും അതിന്റെ പുസ്തകങ്ങളും ഇവിടെ വായിക്കപ്പെടുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അദ്ദീനു യുസ്റുൻ എന്ന ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ദീൻ യുസ്റാണ്, എല്ലാവർക്കും വേണ്ടതുപോലെ കൈകടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇസ്ലാമിനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ കുട്ടിമുജിതഹിദുകളെയും ഒരേ ഇമാമുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഈ കെട്ടുറപ്പിനെ, ഈ സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കാൻ ഇത്തരം ഗൂഢശ്രമങ്ങൾ നടക്കുന്നത് നാം കണ്ടറിഞ്ഞിട്ടുണ്ട്. നാം കണ്ടറിഞ്ഞതിന്റെ ഫലമാണ് ഈ സമുദായത്തിന് ബഹുമാനപ്പെട്ട സമസ്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സമസ്തയ്ക്ക് ഒരു ബാധ്യതയുണ്ട്. ഈ സമുദായത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്നല്ലാതെ ഒരു നിലക്കും സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത ഒരിക്കലും തന്നെ അനുവദിക്കയില്ല. ഈ സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഈ സമുദായത്തിന്റെ വിശ്വാസവും കർമ്മങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ സംഘശക്തിയെ ശക്തിപ്പെടുത്താൻ, ആ സംഘശക്തിയെ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവിടെ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന വിഷയമേ അല്ല എന്ന് ഇവിടെ എല്ലാവരും മനസ്സിലാക്കിക്കോണം. മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മുസ്ലിം ലീഗ് ഞങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആ ഒരു സിമ്പന്തി പിടിക്കാൻ ആരെങ്കിലും ദിവാസ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന വിഷയമേ അല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ലീഗും വളരെ ഒട്ടിനിന്നുകൊണ്ട് തന്നെയാണ് ഇതുവരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സമസ്തയെയും ലീഗിനെയും തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു വിധത്തിൽ ഒരു വിഭാഗത്തിനെ അടക്കിയെടുത്തുകൊണ്ട് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കത്തില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും അജയ്യമായി അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യത്തിന് ഏത് ഹിക്മത്തുകൾ പ്രവർത്തിച്ചാലും ആ ഹിക്മത്തുകളൊന്നും വിലപ്പോവുകയില്ല എന്ന് അത്തരക്കാർ മനസ്സിലാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. ആ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കണം. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ദേശീയ സിലബസിന് രൂപം നൽകാൻ വേണ്ടി പോകുന്നത്. സുന്നത്ത് ജമാഅത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കണ്ട്, എന്നാൽ ഈ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അടിത്തറയാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ സിലബസിന് രൂപം നൽകിക്കൊണ്ട് ഒരു മഹത്തായ വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് സാധിക്കും. സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഈ മദ്രസ പ്രസ്ഥാനം ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. സമസ്തയോടൊപ്പമാണ് മുസ്ലിം ഉമ്മത്ത് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ മുസ്ലിം ഉമ്മത്തിന്റെ പരിപൂർണമായ സഹകരണത്തോടുകൂടി ബഹുമാനപ്പെട്ട സമസ്ത മുന്നോട്ട് വെക്കുന്ന ഈ വിദ്യാഭ്യാസ മുന്നേറ്റം വിജയിപ്പിക്കാൻ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയും സഹകരണവും ആവശ്യമാണ്. അതിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വലിയ സമൂഹം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കട്ടെ. അതിന് ഇത്തരം സംരംഭങ്ങളൊക്കെ സഹായകമാവട്ടെ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അല്ലാഹു തആല നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ.